സമാധാന മധ്യസ്ഥ ശ്രമങ്ങളെ അനിശ്ചിതത്വത്തിലാക്കുന്നതായിരുന്നു ഇറാനും ഇസ്രയേലും തമ്മിലുണ്ടായ ഏറ്റുമുട്ടൽ. ഏപ്രിൽ 8-ന് നിലവിൽ വന്ന താൽക്കാലിക വെടിനിർത്തലിന് ശേഷം ഇരുവരും പരസ്പരം നേരിട്ട് ആക്രമിക്കുന്നത് ഇതാദ്യമാണ്. ബെയ്റൂത്തിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണമാണ് ഇറാനുണ്ടായ പെട്ടെന്നുള്ള പ്രകോപനം. തിരിച്ചടിക്കരുത് എന്ന ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തിന് പുല്ലുവില പോലും നൽകിയില്ല ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ആക്രമണം നിർത്തിവെച്ചു എന്ന് ഇറാൻ പറയുമ്പോഴും ഏത് സമയവും എന്തും സംഭവിക്കാവുന്ന സ്ഥിതിയിലേക്ക് പശ്ചിമേഷ്യ മാറുകയാണ്. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാനുമേൽ നടത്തിയ ആക്രമണം 100 ദിവസം പിന്നിടുമ്പോഴാണ് വീണ്ടും തീവ്ര യുദ്ധത്തിലേക്ക് ഇസ്രയേൽ കടന്നിരിക്കുന്നത്. യുദ്ധത്തിന് പരിഹാരം കണ്ടെത്താനാകാത്ത അപകട സാഹചര്യത്തിലേക്ക് കൈപിടിച്ച് നടത്തുകയാണോ ബെഞ്ചമിൻ നെതന്യാഹു? അങ്ങനെയെങ്കിൽ സമാധാന നീക്കങ്ങളുടെ ഭാവി എന്താകും? യുദ്ധം തുടങ്ങാൻ ഇസ്രയേലിന് ഒത്താശ ചെയ്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും നിയന്ത്രിക്കാനാകാത്ത വിധം കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ? പശ്ചിമേഷ്യൻ യുദ്ധഭീകരതയിൽ ദൈനംദിന ജീവിതം പ്രതിസന്ധിയിലാകുന്ന ജനതയുടെ കൂട്ടത്തിൽ നമ്മളുമുണ്ട്. സമാധാനത്തിനായുള്ള കാത്തിരിപ്പ് ഇനി എത്ര നാൾ നീളും? എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. വിദേശകാര്യ വിദഗ്ധരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പമുള്ള അതിഥികൾ. ഡോക്ടർ മോഹൻ വർഗീസ്, അതോടൊപ്പം ഡോക്ടർ സൈഫുദ്ദീൻ കുഞ്ഞ്, ഡോക്ടർ മോഹൻ പിള്ളൈ എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിലെ ഭാഗമാകാനുള്ളത്. ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നമുക്ക് പരിശോധിക്കാം. ദുബായിൽ നിന്ന് മുഹമ്മദ് റഹീസ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. റഹീസ്, ഇപ്പോൾ പുതുതായി വരുന്ന വിവരങ്ങൾ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അതിൽ ഒന്ന്, ഇനി ഇപ്പോൾ ഉടൻ ആക്രമണം ഉണ്ടാകില്ല എന്ന് ഇറാൻ പറഞ്ഞതായി വരുന്ന വിവരം. 2, ഉടൻ തന്നെ ഒരു സീസ് ഫയറിലേക്ക്, വീണ്ടും ഒരു വെടിനിർത്തലിലേക്ക് കടക്കാൻ പോകുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് ഇസ്രയേലും കടന്നിട്ടുണ്ട് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ കാര്യങ്ങൾ. ഈ 2 കാര്യങ്ങളും വിശ്വാസയോഗ്യമായ വിവരങ്ങളാണോ? ജിക്ക് എത്ര കണ്ട് ഇതിനെ വിശ്വസിക്കാൻ കഴിയുമെന്നുള്ളത് ഒരു ആശങ്ക ഉയർത്തുന്ന കാര്യം തന്നെയാണ്. കാരണം നേരത്തെ പലതവണ നമ്മൾ കണ്ടതാണ്, പലപ്പോഴും ഇത്തരത്തിൽ പല ഡയലോഗുകളും ഇരു രാഷ്ട്രങ്ങൾക്കിടയിൽ ഉണ്ടാവുകയും അവരൊക്കെയും പല സ്റ്റേറ്റ്മെന്റുകൾ പുറത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും അവരങ്ങനെ പാലിച്ചു പോന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ഇതിനെ വിശ്വസിക്കാൻ കഴിയുമോ എന്നുള്ളത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷേ അമേരിക്കയുടെ ഭാഗത്തു നിന്നും കടുത്ത സമ്മർദ്ദം ഉണ്ടായിരിക്കുന്നു ഇസ്രായേലിന്. നേരത്തെ ഇസ്രായേലിന് അത്തരത്തിലൊരു സമ്മർദ്ദം നൽകിയെങ്കിലും അവർ അതിനെ വിലവെക്കാൻ തയ്യാറായില്ല. എന്നാൽ ഇപ്പോൾ പറയുന്നത് 2 ഭാഗത്തും നിന്നുമുള്ള ആക്രമണം അവസാനിച്ചിരിക്കുന്നതായി ഏതാണ്ട് അമേരിക്കൻ മാധ്യമങ്ങളൊപ്പം തന്നെ ചില അതോറിറ്റികളൊക്കെയും വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ 2 കൂട്ടരും ആക്രമണം നിർത്തിയിട്ടുണ്ട് എന്ന് അമേരിക്ക തന്നെ പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. നിലവിൽ എന്തായാലും ഇറാനിലെ കാര്യങ്ങൾ അത്ര കണ്ട് ആശ്വാസയോഗ്യമല്ല. കാരണം ഈ ഫ്ലൈറ്റുകളൊക്കെ വീണ്ടും റദ്ദാക്കിയിരിക്കുന്നു. ഇന്ന് രാത്രി മുതൽ തുടങ്ങും എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ കാര്യമായി പുരോഗമിക്കും എന്ന് പറഞ്ഞ പല സർവീസുകളും നിർത്തിവെക്കാൻ തന്നെയാണ് ഇപ്പോഴും തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇറാൻ പറയുന്നത് തങ്ങൾ ഇത്തരത്തിൽ ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. അത് ഞങ്ങൾ സംസാരിക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലേക്ക് ഇറാൻ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇപ്പോഴും അമേരിക്കയുമായിട്ടുള്ള സംസാരം നടത്താൻ, അല്ലെങ്കിൽ അത്തരത്തിലൊരു കരാറിലേക്ക് ഏർപ്പെടാൻ, വിവിധ സംഭാഷണങ്ങൾ നടത്താൻ തങ്ങൾ തയ്യാറാണെന്ന് പെസസ്കിയാൻ കൂടി പറഞ്ഞു വെക്കുകയാണ്. അതായത് ഈ സമാധാന ശ്രമങ്ങളോടുള്ള ഇരു രാജ്യങ്ങളുടെയും സമീപനം സംബന്ധിച്ച കാര്യങ്ങളിലേക്കൊക്കെ വരാം. അതിനു മുൻപ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രയേലിൽ ഒരു മിസൈൽ പെരുമഴ പെയ്യ്ക്കാൻ ഇറാൻ ഇടയാക്കിയത്, ഇറാൻ അങ്ങനെ ചെയ്യാൻ കാരണം വടക്കൻ ലെബനനിൽ, പ്രത്യേകിച്ച് ബെയ്റൂത്തിൽ ആക്രമണം നടത്തിയാൽ ഞങ്ങൾ ശക്തമായി അതിനോട് പ്രതികരിക്കുമെന്ന് ഇറാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അത് വകവയ്ക്കാതെ ഇസ്രയേൽ ബെയ്റൂത്തിൽ നടത്തിയ ആക്രമണമല്ലേ യഥാർത്ഥത്തിൽ ഇറാനെ പ്രകോപിപ്പിച്ചത്. ഇപ്പോൾ ഇനി ഞങ്ങളൊരു ആക്രമണത്തിന് ഇപ്പോൾ ഇല്ല എന്ന് ഇറാൻ പറയുമ്പോഴും അതിനൊരു കണ്ടീഷനായി ലെബനനെ വെറുതെ വിടണം ഇസ്രയേൽ എന്നത് വെച്ചിട്ടുണ്ടോ? അതായത് ഇനിയും ബെയ്റൂത്തിന് നേരെ ആക്രമണം ഉണ്ടായാൽ ഞങ്ങൾ വീണ്ടും ആക്രമണം തുടരും എന്നുള്ള ഒരു ഒരു കണ്ടീഷനിൽ, ഒരു നിബന്ധനയിലാണോ ഇറാൻ ഇപ്പോൾ തൽക്കാലം ആക്രമണമില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്? ജിക്ക് അവിടെ തന്നെയാണ് പോയിന്റ് ഉള്ളത്. ഏറ്റവും ഒടുവിലായിട്ട് ഈ ഫാസ്റ്റ് ന്യൂസ് ഏജൻസിയുടെ ഒരു കുറിപ്പാണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അവർ കോട്ട് ചെയ്ത ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. അത് അങ്ങനെ തന്നെയാണ്. ഇറാൻ ആർമി താൽക്കാലികമായി ഈ ആക്രമണങ്ങളൊക്കെ നിർത്തിവെച്ചിരിക്കുന്നു. പക്ഷേ
ഏതെങ്കിലും ലെബനനെതിരായ ഒരു ആക്രമണം അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള ഒരു ഇടപെടൽ, ഏതെങ്കിലും ഒരു നീക്കം എന്ന് തന്നെ പറയാൻ കഴിയും. ആ നീക്കം ഉണ്ടായാൽ അത് വലിയൊരു ട്രിഗറായി മാറും, അത് വീണ്ടും ആക്രമണത്തിലേക്ക് കടക്കും എന്ന നിലയിലേക്കാണ് ഇപ്പോൾ ഫാസ്റ്റ് ന്യൂസ് ഏജൻസി ഇക്കാര്യം അത് വ്യക്തമാക്കുന്നത്. അത് തന്നെയാണ് നേരത്തെ ഈ പെസസ്കിയാന്റെ ഒരു പ്രസ്താവന വന്നതിന് തൊട്ടു പിന്നാലെ അതിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഈ വിവരങ്ങളൊക്കെയും പുറത്തു വരുന്നത്. അവിടെ ഡിപ്ലോമസി ആൻഡ് ഡിഫൻസ് ആർ ടു വിങ്സ് ഓഫ് നാഷണൽ പവർ എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അവിടെ ഡിപ്ലോമസി ഉണ്ട്, ഒപ്പം തന്നെ ഡിഫൻസ് കൂടി ചേർത്തുകൊണ്ടാണ് പെസസ്കിയാൻ പറഞ്ഞു വെക്കുന്നത് എന്നതൊന്നും നമ്മൾ കണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരിക്കലും ബാറ്റിൽ ഫീൽഡ് വിട്ടിട്ടില്ല എന്ന് കൂടി പെസസ്കിയാൻ പറയുകയാണ്. ഞങ്ങൾ ഒപ്പം തന്നെ ഈ നെഗോഷിയേഷൻ ടേബിളിൽ നിന്നും തങ്ങൾ ഇറങ്ങിപ്പോയിട്ടുമില്ല. അപ്പോൾ രണ്ടും ഇറാൻ പറഞ്ഞു വെക്കുകയാണ്, ഒരേ വാചകത്തിൽ തന്നെ പറഞ്ഞു വെക്കുന്നു. അതായത് യുദ്ധഭൂമിയിൽ നിന്ന് തങ്ങൾ ഇറങ്ങിപ്പോയിട്ടില്ല, ഒപ്പം തന്നെ ഈ സമാധാനം ചർച്ച ചെയ്യുന്ന ആ ടേബിളിൽ നിന്നും അവിടെ നിന്നും തങ്ങൾ മാറിയിട്ടുമില്ല. അപ്പോൾ ഏതെങ്കിലും നിലയ്ക്ക് തങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കും എന്നുള്ള ശക്തമായ നിലപാട് ഇറാൻ തുടരുന്നു എന്ന് തന്നെ ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അതിനെ ട്രിഗർ ചെയ്യുന്ന രീതിയിലേക്ക് തന്നെയാണ് ഇസ്രായേലിന്റെ ഓരോ സ്റ്റേറ്റ്മെന്റുകളും ഉണ്ടാകുന്നത്, അവരുടെ ഓരോ ആക്രമണങ്ങളും ഉണ്ടാകുന്നത്. ആ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നത്. ഒരു കാര്യം കൂടി, അതായത് ലബനനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണമാണ് ഇറാനെ പ്രകോപിപ്പിച്ച ഒരു കാര്യം. ഇനി മറ്റൊന്നു കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ ഹോർമിസ് കടലിടുക്കിൽ ഇറാനിലേക്ക് വരുന്നതും മടങ്ങിപ്പോകുന്നതുമായ കപ്പലുകൾ തടയുമെന്ന അമേരിക്കയുടെ നിലപാട്, അതിനെതിരെ കൂടിയുള്ള പ്രതിഷേധമാണല്ലോ ഇറാന്റെ ഈ പ്രത്യാക്രമണത്തിൽ കണ്ടത്. അതും അതുപോലെ തന്നെ തുടരുകയല്ലേ? ആ നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അമേരിക്കയുടെ ആ നിലപാടിനെതിരെയും ഈ ഇത്തരത്തിൽ ഇറാന് കടുത്ത ആശങ്കയുണ്ട്, അതൃപ്തിയുണ്ട്, അല്ലെങ്കിൽ അവർ അതിനെ തിരിച്ചടിക്കുക തന്നെ ചെയ്യും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പറയുന്നുണ്ട്. മാത്രമല്ല, ഈ ഹോർമുസ് കടലിടുക്കിൽ ഉണ്ടാകുന്ന ഓരോ ആക്രമണങ്ങളും അതിനെ ഈ രണ്ട് രാഷ്ട്രങ്ങൾ എടുക്കുന്ന രീതി, അതിന്റെ ഒരു വിപത്ത് അല്ലെങ്കിൽ അതിന്റെ ഒരു പേറ്റന്റ് മറ്റൊരു രാജ്യത്തിന് മേൽ കെട്ടിവെക്കാനുള്ള ശ്രമം രണ്ട് രാജ്യങ്ങളെയും മോശമാക്കി അല്ലെങ്കിൽ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ അവരെ കരിവാരി തേച്ച് അവരെ ഏത് തരത്തിലാണോ ഈ വിഷയങ്ങളിൽ പ്രൊജക്ട് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു പ്രശ്നമുണ്ട്. കുറ്റപ്പെടുത്തലിന്റെ പ്രശ്നങ്ങൾ അവിടെ കാര്യമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ അത് അടിക്കടി ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി ഹോർമുസുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കാണുകയാണ്. ഓരോ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോഴും ഇരു രാജ്യങ്ങളും പ്രതികരിക്കുന്ന രീതി അത് സകല സീമകളും ലംഘിച്ച് തന്നെ മുന്നോട്ട് പോകുന്നു. അതിനെ ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ കഴിയാത്ത നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതൊരു ട്രിഗറിംഗ് പോയിന്റ് തന്നെയാണ്. എപ്പോഴും ഹോർമുസ് ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ ഒരു സംഘർഷത്തിന്റെ പോയിന്റ് ആയി തന്നെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിലൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ അമേരിക്കയുടെ റോൾ ഈ ഒരു സംഭവത്തിൽ എന്താണ്, അല്ലെങ്കിൽ തുടങ്ങി വെച്ച അമേരിക്കയ്ക്ക് ഇപ്പോൾ ഇത് ഏതെങ്കിലും നിലയ്ക്ക് അവസാനിപ്പിക്കാൻ കഴിയുന്നുണ്ടോ എന്നത് പോലും മാറ്റി നിർത്തി ഏതെങ്കിലും നിലയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പോലും കഴിയുന്നുണ്ടോ എന്ന നിലയിലേക്ക് ചർച്ച മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് തരത്തിലാണ് അമേരിക്ക ഇതിൽ ഇടപെടുന്നത്? ഏതെങ്കിലും അദൃശ്യ ശക്തിയായി മറ്റൊരു തരത്തിൽ കൂടി അമേരിക്ക ഇതിൽ പ്രവർത്തിക്കുന്നുണ്ടോ? മറ്റൊരു ആംഗിൾ കൂടി അവർ കാണുന്നുണ്ടോ? അല്ലെങ്കിൽ രണ്ട് ചേരിയിലും നിന്നുകൊണ്ട് ഒരു സമാധാനത്തിനും യുദ്ധത്തിനും ഒരേ നിലയ്ക്ക് തന്നെ അമേരിക്ക ശ്രമിക്കുന്നുണ്ടോ എന്നത് അടക്കമുള്ള കാര്യങ്ങളൊക്കെയും ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയായിരിക്കുന്നു. ഒരു കാര്യം കൂടി, അതായത് ഇറാന് നേരെ ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളിൽ ഏറ്റവും അധികം നാശനഷ്ടം ഉണ്ടായിട്ടുള്ള നഗരങ്ങൾ ഒന്ന് ടെഹ്റാനാണ്, ഒന്ന് ടാബ്രീസ് ആണ്, ഒന്ന് ഇസ്ഫഹാനാണ്. അതിൽ ആണവ നിലയങ്ങൾ കൂടി ഉൾപ്പെടുന്ന ഇസ്ഫഹാൻ പോലെയുള്ള മേഖലകളിൽ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഇറാനിലെ ഒരു പെട്രോ കെമിക്കൽ ഫാക്ടറി ഉൽപാദന കേന്ദ്രത്തിൽ തീ പിടിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസികളോ ഈ ആക്രമണത്തിന്റെ വ്യാപ്തി സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടോ? ഇസ്രയേൽ പൂർണ്ണമായും ഇറാന് മേലുള്ള ആക്രമണം നിലവിലെ സാഹചര്യത്തിൽ നിർത്തിവെച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഏതാണ്ട് കഴിഞ്ഞ 1 മണിക്കൂറുകളിലെ അപ്ഡേറ്റുകൾ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നിർത്തിവച്ചിട്ടുണ്ട് എന്ന നിലയിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി പോകാം. പക്ഷെ അത് ഏത് നിമിഷമാണ് പിന്നെയും അതിനൊരു ട്രിഗർ ഉണ്ടാവുക, ഏത് നിമിഷമാണ് അതിലേക്ക് ഒരു തീപ്പൊരി വന്ന് വീഴുക, അത് കത്തിപ്പടരുക എന്നുള്ളത് നമുക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. പക്ഷേ ആ ഡിപ്ലോമസിയും ഡിഫൻസും ഒരുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു പറഞ്ഞു പോവുകയാണ്. ഇവിടെ ഈ ആണവോർജ ഏജൻസികൾ പലതും അവരുടെ ഇടപെടലിന് ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വലിയ അതൃപ്തിയുണ്ട്. കാരണം ഇന്നലെ നടന്ന ഒരു മീറ്റിംഗിൽ UAE തന്നെ തുറന്നടിക്കുന്നത് കണ്ടിരുന്നു. തങ്ങളുടെ ആണവ നിലയത്തിലേക്ക് ഉണ്ടായ ആക്രമണം അതിനെ ഏത് നിലയ്ക്ക് ചെറുക്കാൻ ഇത്തരത്തിലുള്ള ഏജൻസികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവർ
എന്തുകൊണ്ടാണ് സമാധാനപരമായി പ്രവർത്തിക്കുന്ന യാതൊരു തരത്തിലും ഇക്കാര്യങ്ങളിൽ ഇടപെടാത്ത രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ, അവരുടെ ആണവോർജ്ജ കേന്ദ്രങ്ങളിലേക്കൊക്കെ ആക്രമണം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് ഇടപെടാത്തത് എന്ന അടക്കമുള്ള ചോദ്യങ്ങൾ ഇവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇതിന്റെ വ്യാപ്തിയൊന്നും പുറത്തുവിടാൻ അവർ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഈ ആക്രമണങ്ങളൊക്കെയും നടത്തുമ്പോൾ ഇത്തരം ഏജൻസികളുടെ റോൾ എന്താണ് എന്ന ചോദ്യത്തിൽ വലിയൊരു ഒരു ചോദ്യചിഹ്നം ഉയരുന്നുണ്ട്. നേരത്തെ ഈ സ്റ്റേറ്റ് അതോറിറ്റിയുടെ ചാർജ്, അതായത് ഈ ആണവോർജ്ജ കേന്ദ്രങ്ങളുടെ സ്റ്റേറ്റ് അതോറിറ്റിയുടെ ചാർജ് കഴിഞ്ഞ ദിവസമാണ് UAE മാറ്റിയത്. അത് ഈ ആക്രമണത്തിന് ശേഷമാണ്. അപ്പോൾ അത് തന്നെ സൂചിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ഏജൻസികൾ കൊണ്ട് തങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു കാര്യവും ഇല്ല, അല്ലെങ്കിൽ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒറ്റ വരിയിൽ അപലപിക്കുക മാത്രമല്ലാതെ ഒരു റോളും ഏറ്റെടുക്കാൻ ഈ ഏജൻസികൾക്ക് കഴിയുന്നില്ല എന്നതിന്റെ ഒരു സൂചന ഇന്നലെ UAE നൽകിയിരുന്നു. ആ നിലയ്ക്കാണ് അവർ പുതിയ അതോറിറ്റി ഇൻചാർജിനെ ഏൽപ്പിക്കുകയും ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഇറാനും വലിയ ഒരു എതിർപ്പുണ്ട്. എന്തായാലും നിലവിൽ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ വിവരങ്ങൾ അനുസരിച്ചായാലും താൽക്കാലികമായി എന്തായാലും വെടിനിർത്താൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചിരിക്കുകയാണ്. ഏതായാലും താൽക്കാലികമായ ഒരു വെടിനിർത്തൽ എന്ന് പറയുമ്പോൾ അത് എത്ര കാലത്തേക്കുള്ളതാണ്, എത്ര ദിവസത്തിലേക്കുള്ളതാണ്, അല്ലെങ്കിൽ എത്ര മണിക്കൂറുകൾ മാത്രമുള്ളതാണ് എന്ന കാര്യത്തിൽ നമുക്ക് ഒരു വ്യക്തതയും നൽകാൻ കഴിയില്ല. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടായാൽ ഇരു രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് വീണ്ടും ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടാകും. അതാണ് മുൻപ് നമ്മൾക്കുണ്ടായിട്ടുള്ള അനുഭവം. അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ കരാറോ വെടിനിർത്തി എന്നുള്ള പ്രഖ്യാപനമോ ഒന്നും തന്നെ പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനത്തിന് വഴി തുറക്കുന്ന സന്ദേശങ്ങളായി നമുക്ക് കാണാൻ കഴിയില്ല. അതേസമയം തന്നെ ഇതിൽ ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യം ഉള്ളത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ ഉണ്ടായിട്ടും ആക്രമണത്തിൽ നിന്ന് പിന്മാറാനോ പിന്നാക്കം നിൽക്കാനോ ഒന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തയ്യാറായിട്ടില്ല എന്നതാണ്. ഇത് കാര്യങ്ങളൊക്കെ തന്നെ കൈവിട്ടു പോയ സാഹചര്യമാണോ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുകൂടിയാണ് നമ്മൾ ഇന്ന് എൻകൗണ്ടറിൽ പരിശോധിക്കാൻ പോകുന്നത്. മുഹമ്മദ് റഹീസ് ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് റഹീസ് ഇപ്പോൾ പങ്കുവച്ചത്. നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടർ മോഹൻ വർഗീസ്, വിദേശകാര്യ വിദഗ്ധനൊപ്പം ഡോക്ടർ സൈഫുദ്ദീൻ കുഞ്ഞ്, അതോടൊപ്പം തന്നെ ഡോക്ടർ മോഹൻ പിള്ളൈ എന്നിവരാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, 2 ദിവസം മുൻപാണ് നമ്മൾ ഇതുപോലെ പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടുള്ളൊരു ചർച്ചയ്ക്കായി ഇരുന്നത്. 2 ദിവസങ്ങൾക്ക് ശേഷം സ്ഥിതിഗതികൾ മാറിയില്ല എന്ന് മാത്രമല്ല, കുറെ കൂടി രക്തരൂഷിതമായ ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയുമാണ്. എങ്ങനെയാണ് താങ്കൾ ഇപ്പോഴുണ്ടായിട്ടുള്ള ഇറാൻ്റെ ആക്രമണവും ഇസ്രായേലിൻ്റെ മറുപടിയെയും ഒക്കെ കാണുന്നത്? ഈ ലെബനനെ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ അത് ഇറാന് അതിനോടുള്ള ഒരു പകപോക്കൽ എന്ന നിലയിൽ കൂടിയാണല്ലോ ഇറാൻ്റെ ആക്രമണത്തെ കാണേണ്ടത്. ലെബനീസ് പ്രധാനമന്ത്രി നവാഫ് സലോം പറഞ്ഞിരിക്കുന്നത് 3500 എയർ സ്ട്രൈക്സ് ഉണ്ടായി എന്നാണ്. എങ്ങനെയാണ് താങ്കൾ ഈ സാഹചര്യങ്ങളെ കാണുന്നത്? ശ്രീ ഗോപികൃഷ്ണൻ, ഈ സാഹചര്യങ്ങൾ സങ്കീർണതയിൽ നിന്നും കൂടുതൽ സങ്കീർണതയിലേക്ക് പോകുന്നതല്ലാതെ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളെ അന്തരീക്ഷത്തിൽ എങ്ങും കാണാനില്ല. വെടിനിർത്തൽ എന്ന ഒരു പ്രഖ്യാപനത്തിൻ്റെ അർത്ഥം തന്നെ മാറിപ്പോയിരിക്കുന്നു. എത്രത്തോളം ദുർബലമാണ്, ഫ്രജൈലാണ് ഈ പീസ് പ്രോസസ്. അല്ലെങ്കിൽ വെടിനിർത്തി എന്ന് പറയുമ്പോൾ നിർത്തിയെന്നോ അല്ലെങ്കിൽ യുദ്ധം തുടരുമ്പോൾ തുടരുമെന്നോ അർത്ഥമില്ല. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ വേണം എങ്ങനെയാണ് ഇപ്പോഴത്തെ ഉരുത്തിരിഞ്ഞു വരുന്ന ലേറ്റസ്റ്റ് സാഹചര്യങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നതെന്ന് ആ പശ്ചാത്തലത്തിൽ വേണം കാണാൻ. നോക്കൂ, ഇറാൻ എന്ന രാജ്യത്തെ എത്രത്തോളം മനസ്സിലാക്കിയിരിക്കുന്നു അമേരിക്കയും ഇസ്രായേലും എന്നതാണ് ഒരു കാര്യം. ഇപ്പം നിരന്തരമായി ഈ ഇന്നലെ നടന്ന അല്ലെങ്കിൽ കഴിഞ്ഞ രാത്രിയിൽ നടന്ന ആക്രമണത്തിൻ്റെ ഒരു പശ്ചാത്തലം നോക്കൂ. ഇറാൻ കഴിഞ്ഞ ആഴ്ചകളിൽ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ലെബനനിൽ ആക്രമണം നടത്തരുത്. ഇസ്രായേലിനോടായിട്ട് പറയുകയാണ്, വലിയേട്ടന് അമേരിക്കയോടും പറയുകയാണ്, ഇസ്രായേൽ ലെബനനിൽ കടന്നുകയറ്റം തുടരുകയാണെങ്കിൽ തങ്ങൾ പ്രതികരിക്കാൻ നിർബന്ധിതരാവും. അവരുടെ ഏക കണ്ടീഷൻ, മറ്റു കാര്യങ്ങളൊക്കെ നിൽക്കട്ടെ, ആണവ ചർച്ചകൾ തുടരാം, അതിനെതിരല്ല ഇറാൻ. അതുപോലെ ഹോർമുസ് തുറക്കുന്നതിനെക്കുറിച്ച് മൈൻഡ് ഓപ്പൺ ആണ്. പക്ഷേ ഇസ്രായേൽ ഷുഡ് സ്റ്റോപ്പ് എസ്കലേഷൻ ഓഫ് ടെൻഷൻ ഇൻ പാലസ്റ്റീൻ ആൻഡ് ഓൾസോ ഇൻ ലെബനൻ. ഇത് കൃത്യമായി പറഞ്ഞു വയ്ക്കുകയാണ്. പക്ഷെ അതിന് തൃണവൽ ഗണിച്ചുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ആഴ്ചകളിൽ നിരന്തരമായ ആക്രമണം നടന്നത്. അത് ബെയ്റൂട്ട് നഗരത്തിന് തെക്കൻ പ്രദേശത്തുള്ള ഈ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത്.
അതേപോലെ തന്നെ ലിറ്റനി നദിയുടെ തൊട്ട് തെക്കുള്ള കേന്ദ്രങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും ഇസ്രായേൽ തകർത്ത് കഴിഞ്ഞു. അത് ലെബനന്റെ തെക്കൻ പ്രദേശമാണ്. അവിടെ നിന്നുമുള്ള ഹിസ്ബുള്ള താവളങ്ങളിലെ ബോംബ് അല്ലെങ്കിൽ ഫൈറ്റേഴ്സാണ് വടക്കൻ ഇസ്രായേലിന് നേരെ നിരന്തരമായി ആക്രമണം നടത്തുന്നത്. ഇസ്രായേലിന്റെ സുരക്ഷാ വിഷയമാണ്, ശരിയാണ്. അത് ആ രീതിയിൽ തന്നെ ബഹുമാനിക്കപ്പെടേണ്ടതാണ്, അംഗീകരിക്കേണ്ടതാണ്, അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായി ഏതെങ്കിലും ഒരു ഡീൽ സാധ്യമാകണമെങ്കിൽ ഇറാൻ മുന്നോട്ട് വെച്ച പ്രധാന വ്യവസ്ഥ ലെബനനിലെ അട്രോസിറ്റീസ് ഒഴിവാക്കുക, അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ തങ്ങൾ ചർച്ചാ മേശയിലേക്ക് വരില്ല എന്നാണ്. അപ്പം അവിടെ ചർച്ച അട്ടിമറിക്കാൻ എളുപ്പ വഴി എന്താണ്? തുടർച്ചയായി ആക്രമണം നടത്തുക. ഇപ്പം ഇറാൻ അതുകൊണ്ട് പ്രഖ്യാപിത നയമായ ആക്രമണം അതിലേക്ക് തന്നെ തിരിഞ്ഞു. അതാണ് കഴിഞ്ഞ രാത്രിയിൽ കണ്ടത്. ഇറാൻ ഇസ്രായേലിനെതിരെ 10 ബാലിസ്റ്റിക് മിസൈലുകളെങ്കിലും ഉപയോഗിച്ചു. ഒരുപക്ഷെ നാശനഷ്ടങ്ങളുടെ കണക്കുകൾ കൃത്യമായി നമുക്കറിയില്ല. ആൾനാശം കുറവ്, പക്ഷെ മറ്റ് നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന രീതിയിലാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതൊരു വശം. ഇനി നോക്കൂ, അടുത്ത ലെവൽ എന്താണ്? ഇറാൻ പറഞ്ഞു വെച്ചു, മുൻകാലത്ത് പറഞ്ഞതുപോലെ പറഞ്ഞു വെച്ചു, തങ്ങൾ പ്രത്യാക്രമണം നടത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അപ്പോൾ ഓൾറെഡി ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തി കഴിഞ്ഞു, അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അമേരിക്കൻ താവളങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഞങ്ങൾ കടന്നു ചെല്ലും, ആക്രമിക്കും. ഇത് പറഞ്ഞു വെച്ചു. കാരണം അമേരിക്കയുടെ മെയിൻലാൻഡ് ആക്രമിക്കാൻ ഇസ്രായേലിന് ആ റേഞ്ച് പോരല്ലോ, അപ്പോൾ ഇസ്രായേലിന് സാധിക്കില്ല. അപ്പോൾ ഇവിടെ കൃത്യമായി മുൻകാലങ്ങളിൽ ഇറാൻ പറഞ്ഞ മിക്ക കാര്യങ്ങളും നടത്തി എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അത് ബാബ് എൽ മന്ദേബാണ്. അത് ചെങ്കടലിലേക്കുള്ള പ്രവേശന മാർഗമാണ്. ഇപ്പോൾ ഹൂതികളും മടിച്ചാണെങ്കിൽ പോലും ലേറ്റസ്റ്റായി രംഗത്ത് വന്നു എന്ന് വേണം കരുതാൻ. അപ്പം ഈ പ്രോക്സികളെ കൈവിടാൻ ഇറാൻ തയ്യാറാവുന്നില്ല എന്ന് തന്നെയാണ്. ശരിയാണ്. കാരണം ഇപ്പോൾ ഇസ്രായേൽ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയതിൽ 2 മിസൈലുകൾ ഹൂതികളുടെ ഭാഗത്താണ് വന്നിരിക്കുന്നത്. അതെ, അവിടെയാണ് വിഷയം. അതായത് ഇപ്പോൾ ഓൾറെഡി ഹോർമൂസ് ബ്ലോക്ക്ഡ് ആണ്. അപ്പോൾ ലോക വ്യാപാരത്തിൻ്റെ, എണ്ണ വ്യാപാരത്തിൻ്റെ 20% കടന്നു പോകേണ്ട ചോക്ക് പോയിന്റായ ഹോർമൂസിലൂടെ കപ്പൽ ഗതാഗതം അസാധ്യമായി മാറിയിരിക്കുന്നു എത്രയോ മാസങ്ങളായി. അതിനുശേഷം ഇപ്പോഴിതാ ലോകത്തിൻ്റെ ആകെ വ്യാപാരത്തിൻ്റെ ചരക്ക് നീക്കത്തിൻ്റെ ഏതാണ്ട് എണ്ണ മാത്രമല്ല മറ്റു കാര്യങ്ങളും കൂടി ചേർത്തുകൊണ്ട് ചരക്ക് നീക്കത്തിൻ്റെ 20% എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ റൂട്ടാണ്. അതായത് ബാബ് എൽ മന്ദേബ്, അറബിക്കടലിൽ നിന്നും ചെങ്കടലിലേക്കുള്ള പ്രവേശന മാർഗമായ ബാബ് എൽ മന്ദേബ് കടന്ന് ചെങ്കടൽ പ്രവേശിച്ച് വടക്കോട്ട് സഞ്ചരിച്ച് സൂയസ് കനാൽ വഴി മധ്യധരണ്യാഴിയിൽ പ്രവേശിക്കുന്ന ആ ഒരു വ്യാപാര റൂട്ടാണ്. അത് ക്ലോസ്ഡ് ആവുകയാണ് എങ്കിൽ ലോക വ്യാപാരം സ്തംഭിക്കും. യാതൊരു സാധ്യതയുമില്ല. പിന്നെ സുഗമമായി മുന്നോട്ട് പോകാനാവാത്ത ഒരന്തരീക്ഷം വരും. അത് ഹൂതികൾ വിചാരിച്ചാലും കുറേയൊക്കെ നടക്കും. ഇറാൻ്റെ പ്രോക്സീസാണ്. ഇപ്പോൾ ഈ ഫെബ്രുവരി 28 തുടങ്ങിയ യുദ്ധത്തിൽ നേരിട്ട് ഹൂതികൾ പങ്കെടുത്തിട്ടില്ല എന്ന് ഓർക്കണം. മുൻപ് യുദ്ധത്തിൽ പങ്കെടുത്തു. ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൻ്റെ സമയത്ത് ഹൂതികളുടെ ഭാഗത്ത് നിന്ന് അനവധി മിസൈലുകൾ ഇസ്രായേലിൽ പതിച്ചു എന്നത് ഓർമ്മയിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോഴിതാ വീണ്ടും കഴിഞ്ഞ ദിവസം, ഇപ്പം ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ഹൂതികളുടെ മിസൈലുകൾ ഇസ്രായേലിൽ എത്തിയിരിക്കുന്നു. അതിനർത്ഥം ദേ ആർ ഓൾസോ ജോയിനിങ് വാർ ഡയറക്ട്ലി. ഈ ത്രെട്ടും ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതാണ്. അതുകൊണ്ട് 2 പോയിന്റുകൾ, അതായത് സൗദി അറേബ്യയുടെ തെക്ക് പടിഞ്ഞാറ് ഉള്ള ചെങ്കടൽ മേഖലയും സൗദി അറേബ്യയുടെ വടക്കും കിഴക്കുമായിട്ടുള്ള പേർഷ്യൻ ഗൾഫ് മേഖലയും ഒരുപോലെ ബ്ലോക്ക്ഡ് ആകുന്ന ഒരു അന്തരീക്ഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊരു ലാർജർ ചിത്രത്തിൽ ഒന്ന് പകർത്തി വെച്ചാൽ എന്താണ് ധരിക്കുക? മധ്യപൗരസ്ത്യ പ്രദേശത്തേക്കുള്ള എല്ലാ യാത്രാമാർഗങ്ങളും, എല്ലാ ചരക്ക് നീക്കവും, അവിടുന്ന് അകത്തേക്കും പുറത്തേക്കുമുള്ള ചരക്ക് നീക്കം തടസ്സപ്പെട്ടാൽ ലോകത്തിന് എങ്ങനെ മുന്നോട്ട് പോകാനാവും? അത് ഗൾഫിൻ്റെ മാത്രം വിഷയമല്ല, ഇന്ത്യയുടെ മാത്രം വിഷയമല്ല, ഇത് അമേരിക്കയുടെയും വിഷയമായി മാറുകയാണ്. അവിടെയാണ് നയതന്ത്രത്തിനും ഒരു പ്രാധാന്യമുണ്ട്. നയതന്ത്രത്തിനും യുദ്ധത്തിനും ഡിഫൻസിനും. അപ്പോൾ ഡിഫൻസ്, വാർ ആൻഡ് ഡിപ്ലോമസി, ഇതിനെല്ലാം തുല്യ ഓപ്ഷൻസ് കൊടുക്കുന്ന ഒരു നിലപാടാണ് ഇറാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. സമാനമായ നിലപാടാണ് അമേരിക്ക എടുത്തിരിക്കുന്നത്. ഇവിടെ ആര് ആദ്യം കണ്ണ് ചിമ്മും? ഇതാണല്ലോ ചോദ്യം. ഒരു വിട്ടുവീഴ്ച ആദ്യം ചെയ്തു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം ഇറാൻ വ്യക്തമായി പറഞ്ഞല്ലോ, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ഞങ്ങളുടെ തടഞ്ഞു വെച്ച തുക $12 ബില്യൺ, മറ്റൊരു $12 ബില്യൺ അഡീഷണലായി ഉണ്ട്. $24 ബില്യൺ ഒന്ന് റിലീസ് ചെയ്യൂ. ഒരു ഗുഡ് വിൽ ജസ്റ്റർ എന്ന നിലയിൽ അതൊന്ന് ലിബറേറ്റ് ചെയ്യൂ, അത് റിലീസ് ചെയ്യൂ. ഞങ്ങളുടെ പണമാണല്ലോ. പുറമെ ഇറാന്റെ ആസ്തികൾ ഏതാണ്ട് $10,000 കോടി വിദേശ ആസ്തികൾ മരവിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇറാന് മേലുള്ള ഉപരോധങ്ങൾ നീക്കിയിട്ടില്ല. ഇറാന് കൊടുക്കാനുള്ള തുകയുടെ കാര്യത്തിൽ
അവർ നിർബന്ധം പിടിക്കുമ്പോഴും അത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. മാത്രമല്ല ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് വെടിനിർത്തൽ കരാറാകാതെ ഒരു തരത്തിലും ഇറാന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു തീരുമാനവും എടുക്കില്ല എന്നാണ്. മാത്രമല്ല ഈ യുദ്ധത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾക്ക് അവർക്ക് വേണ്ട അടിയന്തര സഹായം നൽകാൻ വേണ്ടി ഈ മരവിപ്പിച്ച ആസ്തി വകകളിൽ നിന്ന് പണം കണ്ടെത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് തീരുമാനങ്ങളാണെങ്കിലും പ്രഖ്യാപനങ്ങളാണെങ്കിലും ഒക്കെ സമാധാനം സൃഷ്ടിക്കാനുള്ളതല്ല, പ്രകോപനം സൃഷ്ടിക്കുന്നതാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും. ഈ സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം കാത്ത് വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പറയാൻ കൊള്ളാവുന്ന വർത്തമാനമാണോ അത്? തങ്ങളുടേതല്ലാത്ത പണം അത് ഞങ്ങൾ വിട്ടുതരില്ല എന്ന് പറയുന്നു. അത് മാത്രമല്ല, ആ പണം എടുത്തുകൊണ്ട് അമേരിക്ക കൂടെ ചേർന്ന് വരുത്തിവെച്ച യുദ്ധത്തിൻ്റെ നഷ്ടപരിഹാരം അതിൽ നിന്ന് ഈടാക്കും, അതിൽ നിന്ന് അങ്ങ് തട്ടിക്കിഴിക്കും എന്നൊക്കെ പറയുമ്പോൾ യുദ്ധപരിഹാരത്തിന്, പ്രശ്നപരിഹാരത്തിനുള്ള ഒരു ഫോർമുല അവിടെ ഉരുത്തിരിയുന്നില്ല. അപ്പം ഇവിടെയാണ് നെഗോഷിയേറ്റിംഗ് സ്കിൽസ്, അമേരിക്കയുടെ നെഗോഷിയേറ്റിംഗ് സ്കിൽസ്. അപ്പം നെഗോഷിയേറ്റ് ചെയ്യുന്ന ഡയറക്റ്റ്ലി ട്രംപ് അല്ലല്ലോ, പക്ഷെ ട്രംപ് പറയുന്ന ലൈനിന് അപ്പുറത്തേക്ക് അമേരിക്കയ്ക്ക് പോകാനാവില്ലല്ലോ നെഗോഷിയേറ്റിംഗ് ടീമിന്. അല്ലെങ്കിൽ ജാരഡ് കുഷണർ ആകട്ടെ, അല്ലെങ്കിൽ സ്റ്റീവ് വിറ്റ്കോഫ് ആകട്ടെ, അവരെ വിട്ടാൽ പറ്റില്ലല്ലോ. അതുകൊണ്ട് രണ്ടു ഭാഗത്തെയും നിലപാടുകളിൽ കടുകിട വിട്ടുവീഴ്ച നടക്കുന്നില്ല. അതോടൊപ്പം തന്നെ എസ്കലേഷനുള്ള എല്ലാ സാധ്യതയും ഇസ്രായേൽ തുറന്നിടുകയാണ്. അപ്പോൾ ഇത് രണ്ട് വശത്തു നിന്നും ചോക്ക് ചെയ്യുകയാണ്. ഇവിടെ ഈ ക്രോസ് ഫയറിനുള്ളിൽ പെട്ട് ഡയറക്ട്ലി അഫക്റ്റഡ് ആയിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളാണ്. ശരി, ഞാൻ ഇനി താങ്കളിലേക്ക് വരാം. ഡോക്ടർ മോഹൻ പിള്ള, ഇവിടെ നമുക്ക് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളെ അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല. ഇറാന് മാത്രമല്ല, ലോകരാഷ്ട്രങ്ങൾക്കൊന്നും തന്നെ. കാരണം അദ്ദേഹം പല സന്ദർഭങ്ങളിൽ പല തരത്തിലാണ് ഓരോരോ പ്രതികരണങ്ങൾ നടത്തുന്നത്. അപ്പോൾ അതിൽ ഏതാണ് ശരി, ഏതാണ് ശരിക്കും സംഭവിക്കാൻ പോകുന്നത്, എന്താണ് കാര്യമായിട്ട് പറയുന്നത് ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിൽ, ഒരു ഡിപ്പെൻഡബിൾ അല്ലാത്ത തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പലതരത്തിലുള്ള പ്രസ്താവനകൾ. പക്ഷേ ഇവിടെ ഡൊണാൾഡ് ട്രംപ് ഒരു കാര്യം പറയുന്നു: ഈ യുദ്ധം അത് അവസാനിപ്പിക്കണമെന്ന് അവർ കരുതിയ സമയം കഴിഞ്ഞിട്ടും തുടർന്നു കൊണ്ടുപോവുകയും തോറ്റു പിന്മാറുമെന്നും പുതിയൊരു ഭരണത്തെ വെച്ച് ഇറാൻ ഭരിക്കാമെന്നുമൊക്കെയുള്ള അവരുടെ വ്യാമോഹങ്ങൾ തട്ടിത്തകർന്ന് പൊടിയായി പോയ ശേഷം വീണ്ടും ഇതിനെ എസ്കലേറ്റ് ചെയ്യുന്ന തരത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പാക്കുകയും ചെയ്യുമ്പോൾ ആദ്യം സമാധാനത്തിൻ്റെ ഭാഷയിലും പിന്നീട് ശക്തമായ ഭാഷയിലും അതിനുശേഷം ഇപ്പോൾ ഇനിയൊരു പ്രത്യാക്രമണം ഉണ്ടാകരുത് എന്ന് നിർദ്ദേശം നൽകിയും ഒക്കെ ഡൊണാൾഡ് ട്രംപ് പലതരത്തിൽ ഇസ്രായേലിനെ പിന്നാക്കം വലിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കേട്ട മട്ടോ അല്ലെങ്കിൽ കേൾക്കാമെന്ന ഉറപ്പോ ഒന്നും നെതന്യാഹുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. ഇത് ഈ യുദ്ധം തുടങ്ങാൻ വേണ്ടി നടത്തിയിരുന്ന ആദ്യ സമയത്തെ നാടകം പോലെ തന്നെ മറ്റൊരു നാടകമാണോ? അതല്ല, അമേരിക്കൻ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് ഇതിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ ഇസ്രായേൽ തീരുമാനിക്കുന്ന സംഘർഷമാണോ പശ്ചിമേഷ്യയിൽ നടക്കുന്നത്? താങ്കളുടെ നിരീക്ഷണത്തിൽ. ഗോപി, ഇതിനകത്ത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഡോക്ടർ മോഹൻ വർഗീസ് സാർ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു മോർ ഓർ ലെസ്. പക്ഷേ ഇതിനകത്തുള്ള ക്രക്സ് ഓഫ് ദി ഇഷ്യൂ ആദ്യം മുതൽ ഡേ 1 മുതൽ എത്ര വിമർശനം ഏറ്റാലും ഞാൻ പറഞ്ഞത് ഈ ക്രൈസിസിലെ വില്ലൻ എന്ന് പറയുന്നത് ഇസ്രായേലാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഈ ഇഷ്യൂ അമേരിക്കയെ വലിച്ചു കൊണ്ടുവന്നതാണ്. കാര്യം ബാക്ക്ഗ്രൗണ്ട് നോക്കണം. എന്താ, അതായത് നെക്സ്റ്റ് വീക്ക് ടോക്ക് നടക്കാൻ ഇരിക്കുവാണ്. ആ സമയത്താണ് 1 വീക്ക് പ്രയർ അവര് പുറകിൽ നിന്ന് കുത്തുന്ന മാതിരി കുത്തിയത്. ആ സമയത്ത് പിന്നെ ഇതിനകത്ത് ശരിക്കും ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് ഒരു ശരിക്കുമുള്ള ഒരു സ്റ്റേറ്റ്സ്മാൻ സ്പിരിറ്റ് ആണ് ഇറാൻ കാണിച്ചിട്ടുള്ളത്. കാരണം അറ്റാക്ക് ചെയ്തു, അവർ പറഞ്ഞ കണ്ടീഷനിൽ നിന്നാണ് ഇവിടെ മാറാതെ നിൽക്കുവാണ് ഇറാൻ. കാരണം അവർ പറഞ്ഞു അറ്റാക്ക് ചെയ്യരുത് ലെബനൻ. അതുപോലെ തന്നെ അല്ലാതെ ഇഷ്യൂ വന്നപ്പോൾ തീർച്ചയായിട്ടും, അതായത് ഒരു കാരണവശാൽ, കാരണം വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ശത്രുവിനെ തിരിച്ചടിക്കുക എന്നുള്ള ഒരു യുദ്ധ നീതിയുണ്ട്. അത് അവർ ചെയ്തതിന് ശേഷവും ലോകരാജ്യങ്ങളുടെ മുന്നിൽ പറഞ്ഞു എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്, ഞങ്ങൾക്ക് അടി കിട്ടി, ഞങ്ങളാൽ കഴിയുന്നത് പോലെ തിരിച്ചടിച്ചു. അതിനുശേഷം ഇപ്പോൾ എഗെയിൻ ഇറാൻ ലോകരാജ്യങ്ങളോട് ഒരു മെസ്സേജ് കൊടുത്തിരിക്കുകയാണ്, യു സീ വി ആർ നോട്ട് അറ്റ് ഫോൾട്ട് ഈവൻ നൗ. അത് ഇസ്രയേലും US-ഉമാണ് തീരുമാനിക്കേണ്ടത്. നൗ സ്റ്റിൽ ബോൾ ഈസ് ഇൻ ദെയർ കോർട്ട്. പക്ഷെ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു കാര്യം എന്താന്ന് ചോദിച്ചാല്, ഈ
ഇറാൻ ഫോളോ ചെയ്യുന്ന ഒരു പോളിസി എന്താണെന്നറിയാവോ ഗോപി? എസ്കലേറ്റ് ടു ഡി എസ്കലേറ്റ് ആണ് അവരുടെ പോളിസി. വളരെ ഫണ്ടാസ്റ്റിക് ആയിട്ട്. അതായത് ലിമിറ്റഡ് സ്ട്രൈക്ക്, പിന്നെ എന്താണ്, പ്രഷർ കൊടുക്കുക, കൂടുതൽ കൂടുതൽ പെയിൻ, നല്ല ഇത് കൊടുത്തോണ്ട് US ഫോഴ്സ് ചെയ്യുവാണ് നെഗോഷിയേഷന് വേണ്ടി. ആ ഒരു പോളിസിയാണ് ആദ്യം മുതൽ തന്നെ. യു സി ഈ ശരിക്കും ഇതിനെ കുറിച്ചിട്ട് സ്ട്രാറ്റജി അറിയാൻ വയ്യാത്തവര് വിചാരിക്കുന്നത് എന്തെന്ന് ചോദിച്ചാല്, ഈ ഇറാൻ ഹിറ്റ് ചെയ്യുന്ന മിസൈലുകളും അല്ലെങ്കിൽ ഡ്രോണുകളും ഒന്നും ഷിപ്പിൽ ഹിറ്റ് ചെയ്യുന്നില്ല. ഇതൊരു ഡിറ്ററൻസ് ആണ്. അതായത് ഡയറക്റ്റ് ഹിറ്റ് ചെയ്യാതെ നിയർ ബൈ ഞങ്ങൾ പ്രഷർ കൊടുക്കാണ് അവരെ. ബിക്കോസ് ഒരു വാർഷിപ്പ് ഒക്കെ അല്ലെങ്കിൽ ഓയിൽ ടാങ്കർ ഒക്കെ സ്ട്രേറ്റ് അവേ ഹിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇംപ്ലിക്കേഷൻസ് ഫാർ റീച്ചിങ് എഫക്ട് ആണ് വരുന്നത്. അപ്പം ആ ഒരു ആംഗിളിലോട്ടാണ് ഇവര് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനകത്തെ ശരിക്കുമുള്ള വില്ലൻ എന്ന് പറയുന്നത് ഇസ്രയേൽ ആണെന്നും നൗ ഇസ്രയേൽ തീരുമാനിക്കണം ഇത് എപ്പോൾ തീരണം എപ്പോൾ തീരണ്ട എന്നും. അമേരിക്ക ഒരു വലിയേട്ടൻ മനോഭാവമാണെങ്കിലും വലിയേട്ടനെ അനുസരിക്കാത്ത ഒരു അനുജനായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പൊ ഇസ്രയേൽ. അപ്പോൾ അതിന് ഇപ്പം ഏത് രീതിയിലെങ്കിലും, കാര്യം ട്രംപിന് അറിയാമല്ലോ, ട്രംപിന്റെ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരട്ടുക, അവസാനം കാല് പിടിക്കുക, അത് വേണമെങ്കിൽ വരാൻ പറ്റും. ആ രീതിയിലാണെങ്കിൽ പോലും ട്രംപ് ഇസ്രയേലിനെ മയപ്പെടുത്തിയേ പറ്റൂ. കാര്യം ഈ ക്രൈസിസ് സോൾവ് ചെയ്യേണ്ടത് ട്രംപിന്റെയും കൂടി ആവശ്യമാണ്. ഏറ്റവും കൂടുതൽ ആവശ്യം ട്രംപിന്റെയാണ്, ഇസ്രയേലിന്റെ അല്ല. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കുളം കലക്കി വളരെ വാസ്റ്റ് ആയിട്ട് ഇതിനെ കൊണ്ടുപോകാനാണ് അവരുടെ പ്ലാന്. അവരുടെ എയിം എന്ന് പറയുന്നത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആ ഗോപി. ആ എയിം വെച്ചിട്ടാണ് അവര് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരൊരിക്കലും പിന്മാറിയിട്ടില്ല. അവരുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനെ ടോട്ടൽ ഡിസ്ട്രക്ഷൻ. അവരുടെ ഉള്ളിനുള്ളിൽ എപ്പോഴും പ്രൊവോക്കിംഗ് സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഞങ്ങൾ ചുട്ടു ചാരമാക്കി കളയും, ചുട്ടു ചാമ്പലാക്കും. ഇറാൻ എന്ന് പറയുന്നത് ഡോക്ടർ മോഹൻപിള്ളയെ ക്ഷമിക്കണം, ചെറിയ സാങ്കേതിക പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. താങ്കൾ പറയുന്ന ഭാഗങ്ങൾ കട്ടായി പോകുന്നുണ്ട്. സാങ്കേതിക പ്രശ്നമാണ്. ഞാൻ ഡോക്ടർ സൈഫുദ്ദീൻ കുഞ്ഞിലേക്ക് പോകട്ടെ. ഡോക്ടർ സൈഫുദ്ദീൻ കുഞ്ഞ്, ഇറാനെ ഒരു ഇത്ര സമയം കൊണ്ട് നശിപ്പിക്കാം, അവിടെ ഒരു ഭരണമാറ്റം കൊണ്ടുവരാം, എന്നിട്ട് ഇറാഖിലൊക്കെ നടത്തിയതുപോലെ തന്നെ അധിനിവേശത്തിലൂടെ ഇറാന്റെ നിയന്ത്രണം കൈവശപ്പെടുത്താം, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഗ്രാൻഡ് പ്ലാൻ ആയിരുന്നല്ലോ അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഈ ആക്രമണത്തിലേക്ക് ഇറങ്ങി പുറപ്പെടും മുൻപ് ഉണ്ടായിരുന്നത്. പക്ഷേ പെട്ടെന്ന് തന്നെ അവർക്ക് സ്ഥിതിഗതികൾ അത്ര പന്തിയല്ല എന്ന് മനസ്സിലായി. അതാദ്യം ഡൊണാൾഡ് ട്രംപ് തിരിച്ചറിഞ്ഞു. ഇസ്രയേലിനെ ഇനി അങ്ങോട്ടുള്ള യുദ്ധത്തിലെങ്കിലും ഒന്ന് കരുതലോടെ വേണമെന്ന് ഓർമ്മപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ ഒരു തരത്തിലും ഇസ്രയേൽ വഴങ്ങുന്നില്ല. ബെഞ്ചമിൻ നെതന്യാഹു ഡൊണാൾഡ് ട്രംപിനെ കേൾക്കുന്നില്ല. മാത്രമല്ല അമേരിക്കയുടെ സഹായം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ യുദ്ധവുമായി മുന്നോട്ട് പോകും എന്നതുപോലെ ഒരു സമീപനം ഇപ്പോൾ ഇസ്രായേൽ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. നിരന്തരമായി ഓരോരോ കാര്യങ്ങളിൽ പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ട് ഇസ്രയേൽ ആക്രമണം നടത്തുകയോ ആക്രമണം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ പുനഃസൃഷ്ടിക്കുകയോ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇസ്രയേൽ ഏകപക്ഷീയമായി ചെയ്യുന്നതായി മാറിക്കഴിഞ്ഞോ ഇപ്പോൾ? ഇതെങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചാൽ മതി എന്ന ആത്മാർത്ഥമായ ആഗ്രഹം ഡൊണാൾഡ് ട്രംപിന് ഉണ്ടോ? അങ്ങനെയെങ്കിൽ ഈ പ്രശ്നം, ഈ പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ സംഘർഷ സാഹചര്യത്തിൻ്റെ ഭാവി എന്താകും? ഇതിലൊന്നാമത്തെ പ്രശ്നം ഡൊണാൾഡ് ട്രംപിന് അങ്ങനൊരു ആഗ്രഹമുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. അമേരിക്കയുടെ ആഭ്യന്തര വിഷയത്തിൽ എണ്ണയുമായി ബന്ധപ്പെട്ട് അവർ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഡൊണാൾഡ് ട്രംപും ഭരണപക്ഷവും അനുഭവിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ലെജിറ്റിമസി നേരിടുന്ന വലിയൊരു ഭീഷണിയുമുണ്ട്. ഈ രണ്ട് കാരണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ തങ്ങളെ ഈ യുദ്ധത്തിലേക്ക് പിടിച്ചു വലിച്ച ഇസ്രായേലിനെ ഒന്ന് കൺട്രോൾ ചെയ്യുവാൻ ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നു എന്നതും സത്യമാണ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ കൂടെയുള്ള ഭരണകർത്താക്കൾ, മറ്റുള്ള സെനറ്റ് മെമ്പേഴ്സും എല്ലാം ഇപ്പോഴും അമേരിക്കൻ ജൂയിഷ് ലോബിയായ ഐപാക്കിൻ്റെ സഹായത്തോടു കൂടി യുദ്ധം നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്നവരും കൂടിയിട്ടാണ്. അപ്പോൾ തൻ്റെ ഭരണകക്ഷിയിലുള്ളവരെയും ഒരേ സമയം നേരിടേണ്ടി വരുന്നു. അതേസമയം തന്നെ അമേരിക്കൻ ഉള്ളിൽ ഉയർന്നു വരുന്ന ഭരണകൂട വിരുദ്ധത, അതിനെയും നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം അമേരിക്കയ്ക്ക്, ഡൊണാൾഡ് ട്രംപിനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം ഓയിൽ വിഷയം തന്നെയാണ്. മറ്റൊന്ന്, ഇസ്രായേലിനെ പിണക്കുന്നത് അമേരിക്കയ്ക്ക് തന്നെ ഭീഷണിയാണെന്ന് അമേരിക്കൻ ഭരണകർത്താക്കൾക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം. അത് ചരിത്രപരമായി തന്നെ തെളിയിക്കപ്പെട്ട കാര്യമാണ്. കാരണം ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെയാണ് പെൻറ്റഗണുമായി ബന്ധപ്പെട്ട പല രഹസ്യ വിവരങ്ങളും ഇസ്രായേൽ ചോർത്തുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള ചില വാർത്തകൾ പുറത്തു വന്നത്. അതിൻ്റെ മുമ്പിൽ തന്നെ അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപിൻ്റെ ചേരിയിലുണ്ടായിരുന്ന പല പ്രമുഖ സെലിബ്രിറ്റികളും, ഈ കഴ്സൺ ടക്കറിനെ പോലെ, ചാർലി കിർക്ക് പോലുള്ള ആൾക്കാരൊക്കെയും
ശക്തമായ ഈ ഇസ്രായേൽ വിരുദ്ധ സമീപനങ്ങൾ അവരുടെ ചാനലുകളിലൂടെ അവരുടെ മീഡിയയിലൂടെ പ്രദർശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്കെതിരെ ശക്തമായ വെല്ലുവിളികൾ നേരിടുകയും ഇസ്രായേലിൻ്റെ ഹിറ്റ് ലിസ്റ്റിലേക്ക് അവർ എഴുതപ്പെടുകയും ചെയ്തു. മറ്റൊന്ന്, ഇപ്പോൾ അമേരിക്ക തന്നെ നോട്ട് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നമ്മൾ നേരത്തെ മുമ്പ് ലോകം നേരിട്ട 9/11 പോലുള്ള മറ്റൊരു ഭീകരമായ ഒരു ടെറർ അറ്റാക്കിൻ്റെ ഒരു സാധ്യത പോലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പശ്ചാത്തലം കൂടിയിട്ടാണ്. കാരണം ഈ കഴ്സൺ ടക്കറിനെ പോലെ മറ്റു പലരും 9/11 അത് ഇസ്രായേൽ ജൂയിഷ് ലോബിയുടെ ഒരു അണിയറ പ്രവർത്തനമായിട്ട് വിലയിരുത്താറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ തരത്തിലുള്ള പുതിയൊരു അവലോകനങ്ങളും രൂപപ്പെടുന്നത്. അതായത് ഇസ്രായേലിൻ്റെ രീതികൾക്ക് എപ്പോൾ ഭീഷണിയായി വരുന്നോ അപ്പോഴൊക്കെയും ആരാണോ ആ ഭീഷണി ഉണ്ടാക്കുന്നത് ആ നാടുകളിൽ ആക്രമണങ്ങൾ സംഭവിക്കുന്നത് ചരിത്രപരമായി നമുക്ക് തെളിയിക്കപ്പെട്ട കാര്യമാണ്. കാരണം ഇതിൻ്റെ സയോണിസ്റ്റ് ചരിത്രം തന്നെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. ഒരു കാലത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യം സയോണിസ്റ്റ് ശക്തിയെ ശക്തമായി ഈ ജൂയിഷ് പലായനത്തിന് ആലിയയ്ക്ക് സഹായിച്ച പശ്ചാത്തലത്തിൽ അവർ ഫലസ്തീനിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അതിനെ തടുക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷുകാർ ഒരു ഘട്ടത്തിൽ അതിനെ തടുക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ആ തടുക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷ് ഭരണാധികാരികളെ തന്നെ ഫലസ്തീനിൽ അറ്റാക്ക് ചെയ്ത ചരിത്രം സയോണിസ്റ്റുകൾക്കുണ്ട്. തങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ അതിനെ ആവശ്യമായ ഘട്ടത്തിൽ എതിരിടാനുള്ള ഒരു രീതിയും അവർ സ്വീകരിക്കാറുണ്ട്. അതിലേറ്റവും നല്ല ഉദാഹരണമാണ് കഴിഞ്ഞ ആഴ്ച നെതന്യാഹു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന. അമേരിക്കയുടെ ഫണ്ടിൽ നിന്നും ഞങ്ങൾ സ്വതന്ത്രരാവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നൊരു പ്രസ്താവന പോലും ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ട് വെച്ചിരുന്നു. കാരണം ഇതെല്ലാം അമേരിക്ക എന്ന് പറയുന്ന ഒരു ശക്തിയേക്കാളും അപ്പുറം ഞങ്ങളുടെ തന്നെ തീരുമാനത്താലാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ തീരുമാനത്തിലാണ് അമേരിക്ക നടക്കുന്നത് എന്ന് പറയുന്ന ഒരു ഇമേജ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതും കൂടി ഡൊണാൾഡ് ട്രംപിന് കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്നു എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശരി, ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എനിക്ക് തോന്നിയത്, അതായത് ഈ യുദ്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള താല്പര്യം യഥാർത്ഥത്തിൽ ആരുടേതാണ് എന്നാണ്. അവിടെയാണ് ഡോക്ടർ സൈഫുദ്ദീൻ കുഞ്ഞ് പറയുന്നത്, അല്ലെങ്കിൽ ഡോക്ടർ മോഹൻ പിള്ള സാറും പറഞ്ഞത്, ഇതിൽ യഥാർത്ഥ വില്ലൻ അല്ലെങ്കിൽ ഇതിൽ യഥാർത്ഥ ഈ യുദ്ധത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് ഇസ്രായേലാണ്. അവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അത് ഇറാൻ്റെ ഒരു സമ്പൂർണമായ നാശമാണ്, നശീകരണമാണ്. അപ്പോൾ അങ്ങനെ ഒരു ടോട്ടൽ ഡിസ്ട്രക്ഷനാണ് ഇസ്രായേൽ കരുതുന്നതെങ്കിൽ, അതാണ് അവർ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ, അത് ഇറാൻ പോലൊരു രാജ്യത്തോട് ഏറ്റുമുട്ടുമ്പോൾ ഇതുവരെയുള്ള അവരുടെ കണക്കുകൂട്ടുകളിലൊക്കെ പിഴച്ചുപോയി എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അവരൊരു ടൈം ഫ്രെയിം വെച്ചിരുന്നു. ആ ടൈം ഫ്രെയിമിനുള്ളിൽ അവിടുത്തെ സർക്കാരിനെ അട്ടിമറിക്കാമെന്നും ഇറാനെതിരെ വലിയ ആക്രമണം നടത്തി ഈ അയത്തുള്ള അലി ഖംനയെ ഉൾപ്പെടെ വധിച്ച് അവിടെ ഭരണമാറ്റം കൊണ്ടുവരാം, എന്നിട്ട് അവർക്ക് നിയന്ത്രിക്കാമെന്നൊക്കെ കരുതിയിരുന്നു. അതൊക്കെ ഇപ്പോൾ ഏതായാലും ആ ആഗ്രഹങ്ങളൊക്കെ അസ്ഥാനത്തായിരിക്കുകയാണ്. ഇപ്പോഴും ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ സുരക്ഷിതരല്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ യുദ്ധത്തിൽ ഇനിയും മുന്നോട്ട് പോയേ പറ്റൂ എന്നതാണ്. അവരുടെ ജസ്റ്റേഴ്സൊക്കെ ആ നിലയ്ക്കുള്ളതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ ആണെങ്കിലും ഐക്യരാഷ്ട്രസഭയാണെങ്കിലും അതല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങളിൽ, ഇപ്പോൾ റഷ്യയെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ലോകരാഷ്ട്രങ്ങളിലൊക്കെ അവരെല്ലാം ഈ ഇറാന് മേൽ ഉപരോധം സൃഷ്ടിക്കുന്നതിലാണല്ലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ യുദ്ധത്തിൻ്റെ യഥാർത്ഥ കാരണക്കാരെ ഈ പ്രതിസ്ഥാനത്ത് നിർത്താൻ ലോകരാഷ്ട്രങ്ങൾ മടിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ സമാധാനത്തിലുള്ള എന്തെങ്കിലും സാധ്യത കാണാൻ കഴിയുമോ? ഇപ്പോൾ തന്നെ ഇറാൻ്റെ ഏറ്റവും വലിയ ആക്ഷേപം ഈ സമാധാന നീക്കങ്ങളൊക്കെ അട്ടിമറിക്കുന്ന അമേരിക്കയാണെന്നാണ്. ഇസ്രായേലിനെതിരെ അല്ല അവരുടെ ആരോപണം അമേരിക്കക്കെതിരെയാണ്. ശ്രീ ഗോപികൃഷ്ണൻ, ഇതിൽ വളരെ സങ്കീർണമായ ഒരു സാഹചര്യമാണ്. വേൾഡ് നേഷൻ, ദ കമ്മ്യൂണിറ്റി ഓഫ് വേൾഡ് നേഷൻസ് എക്സാക്ട്ലി കറക്റ്റായിട്ടാണോ കാര്യങ്ങൾ വിലയിരുത്തുന്നത് എന്നതാണ് സംശയം. ഓരോരുത്തരും അവരവരുടെ സൗകര്യമനുസരിച്ചാണ് വിലയിരുത്തലുകൾ നടത്തുന്നത്. ഇവിടെ ആരാണ് യഥാർത്ഥ വില്ലൻ? ആരുടെ ആവശ്യമായിരുന്നു ഫെബ്രുവരി മാസം 28 തുടങ്ങിയ യുദ്ധം? ആരുടെ ആവശ്യമായിരുന്നു? കഴിഞ്ഞ വർഷം നടന്ന പോരാട്ടം ആരുടെ ആവശ്യമായിരുന്നു? യുദ്ധം നീളേണ്ടത് ആരുടെ ആവശ്യമായിരുന്നു? അത് കൃത്യമായി അതിനകത്തൊരു ഊഹം മാത്രമേ നമുക്കിപ്പോഴും ഉള്ളൂ. അതിൽ എനിക്ക് തോന്നുന്നു ഈ പാനലിലെ 3 പേരും ഏതാണ്ട് ഒരേ രീതിയിൽ തന്നെയാണ് അതിനെ ഡിസൈഫർ ചെയ്തെടുക്കുന്നത്. ഞാൻ അതിനെ കാണുന്നത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ വിശാലമായ പദ്ധതിയുടെ നടത്തിപ്പുകാരനായി മാറിയിരിക്കുന്നു, അറിഞ്ഞോ അറിയാതെയോ, മിസ്റ്റർ ഡൊണാൾഡ് ട്രംപ്. അങ്ങനെ അല്ലായിരുന്നല്ലോ നമ്മൾ കഴിഞ്ഞ വർഷം ചിന്തിച്ചത്. ഡൊണാൾഡ് ട്രംപ് ഡീപ് സ്റ്റേറ്റിനോട് മുട്ടം വെട്ടി
പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ അമേരിക്കൻ നേതാവാണ്, അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവാണ്. അവരുടെ സ്കീം ഓഫ് തിങ്സിൽ ഡൊണാൾഡ് ട്രംപ് ആയിരുന്നില്ല. ട്രംപ് ആ രീതിയിൽ സ്വതന്ത്രനായിരുന്നു. പക്ഷേ ട്രംപിനെ വെച്ചുകൊണ്ട് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ടു മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നത് ട്രംപിൻ്റെ മുദ്രാവാക്യമായിരിക്കാം. പക്ഷേ ഡീപ് സ്റ്റേറ്റ് അമേരിക്കയുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അവിടുത്തെ വ്യവസായ ലോബി, അത് ചില വ്യവസായങ്ങൾ, ചില ബിഗ് ടൈമേഴ്സ്, ഇവരെല്ലാം ചേർന്നതാണ് അദൃശ്യമായ ശക്തിയായ ഡീപ് സ്റ്റേറ്റ് അമേരിക്ക. അപ്പം അവരുടെ താല്പര്യം, ഇസ്രയേലി താല്പര്യങ്ങൾ, ട്രംപിൻ്റെ തന്നെ താല്പര്യങ്ങൾ, അവരുടെ താല്പര്യങ്ങൾ, ഒരു ഹോക്കിഷ് ലോബിയുടെ താല്പര്യങ്ങൾ, അമേരിക്കൻ റൈറ്റ് വിങ്ങേഴ്സിൻ്റെ താല്പര്യങ്ങൾ, ഇതെല്ലാം കൺവേർജ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. അല്ല ഡോക്ടർ മോഹൻ വർഗീസ്, അവിടെ താങ്കളോട് ഞാൻ യോജിക്കുമ്പോൾ തന്നെ, ഡോക്ടർ മോഹൻ വർഗീസ്, അവിടെ താങ്കളോട് യോജിക്കുമ്പോൾ തന്നെ ഇത് ഡൊണാൾഡ് ട്രംപിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സാഹചര്യങ്ങളോ പുതുമയുള്ള കാര്യമൊന്നുമല്ലല്ലോ. ഇപ്പോൾ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് തന്നെയാണല്ലോ അവിടെ ആരാണ് പ്രസിഡന്റ് ആകേണ്ടത് എന്ന കാര്യങ്ങൾ തീരുമാനമെടുത്തത് കാലാകാലങ്ങളായി. മാത്രമല്ല ആ ഡീപ് സ്റ്റേറ്റിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഏതെങ്കിലും ഒരു അമേരിക്കൻ പ്രസിഡന്റ് സഞ്ചരിച്ചതായി ചരിത്രത്തിലുമില്ലല്ലോ. ഇപ്പോൾ ബറാക്ക് ഒബാമയുടെ കാര്യത്തിൽ പോലും ആ ഡീപ് സ്റ്റേറ്റിന്റെ താല്പര്യമായിരുന്നല്ലോ അദ്ദേഹത്തെയും പ്രസിഡന്റ് ആക്കിയത്. അതുകൊണ്ട് ഇത് ഏതെങ്കിലും ഒരു പുതിയ സാഹചര്യം എന്ന നിലയിൽ നമ്മൾ കാണേണ്ട കാര്യമുണ്ടോ ഡോക്ടർ മോഹൻ വർഗീസ്? ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഡീപ് സ്റ്റേറ്റിൻ്റെ താല്പര്യമായിരുന്നില്ല ഡൊണാൾഡ് ട്രംപിനെ പ്രസിഡന്റ് ആക്കുക എന്നത്. ഡീപ് സ്റ്റേറ്റിൻ്റെ താല്പര്യം ഞാൻ മനസ്സിലാക്കുന്നത് കമലാ ഹാരിസ് പ്രസിഡന്റ് ആകട്ടെ എന്നാണ്, അവർക്കത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്നാണ്. അപ്പോൾ അത് കുറേ കാലമായിട്ട് റിപ്പബ്ലിക്കൻസ് അല്ല ഡീപ് സ്റ്റേറ്റിൻ്റെ താല്പര്യത്തിൽ, അവർ ഡെമോക്രാറ്റ്സ് തന്നെയാണ്. പക്ഷേ ഇവിടെ ട്രംപ് ആയി എന്നത് യാഥാർത്ഥ്യമാണ്. ഡീപ് സ്റ്റേറ്റിന് ഉപരിയായി ചലിച്ച് ഒരു മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന ട്രംപിൻ്റെ ക്യാമ്പയിൻ വിജയിച്ചു എന്ന് തന്നെ കരുതാം. അപ്പോൾ അവിടെ ആ ട്രംപിനെ വെച്ചുകൊണ്ട്, തങ്ങൾ എതിർത്തിരുന്ന ട്രംപിനെ തന്നെ വെച്ചുകൊണ്ട് തങ്ങളുടെ താല്പര്യങ്ങൾ പ്രോസസ്സ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ വൈ നോട്ട്? അവിടെയാണ്, അതാണൊന്ന്. അതിനെന്തുകൊണ്ട് അവർ ചെയ്തു, അത് മനസ്സിലാക്കിയെങ്കിലല്ലേ ഈ യുദ്ധം എന്തുകൊണ്ട് നീളുന്നു എന്ന് മനസ്സിലാക്കൂ. അതിൻ്റെ കാരണം ഈ എല്ലാ കണ്ണുകളും ഹൈഡ്രോ കാർബൺ കേന്ദ്രമായ വെസ്റ്റ് ഏഷ്യയിലേക്കാണ് ഇപ്പോൾ. അത് പൊളിച്ചടുക്കിയെങ്കിലേ മതിയാകൂ. അതായത് അമേരിക്കയാണ് ഏറ്റവും അധികം എണ്ണ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. അത് ഷെയിലിൻ്റെ രൂപത്തിലാണെങ്കിലും ക്രൂഡ് ഓയിലിൻ്റെ രൂപത്തിലാണെങ്കിലും അത് വിപണനം ചെയ്യാൻ കൂടി കഴിയണം. അതോടൊപ്പം തന്നെ വെനിസ്വല പിടിച്ചെടുത്ത് കഴിഞ്ഞു. വെനിസ്വലയിൽ നിന്നുള്ള എണ്ണയുടെ വിപണനവും അമേരിക്കയിലൂടെ നടക്കും, അല്ലെങ്കിൽ അമേരിക്ക പറയുന്നിടത്തേക്ക് ഈ എണ്ണ എത്തും. ഇനി ഇമാജിൻ, അടുത്തൊരു 3 പതിറ്റാണ്ടെങ്കിലും ഹൈഡ്രോ കാർബൺ വിമുക്ത ലോകത്തെ നമുക്ക് കാണാനാവില്ല. അതിനുശേഷം പുതിയ എനർജി സോഴ്സ് വരും. അതുവരെയുള്ള ലോകക്രമത്തിൽ എണ്ണ വിറ്റ് ജീവിക്കാൻ കഴിയും. ആയുധങ്ങൾ വിറ്റും എണ്ണ വിറ്റും മുന്നോട്ട് പോകാം. അമേരിക്കയുടെ ഏറ്റവും വലിയ കൺസേൺ എന്താണ്? അമേരിക്കയുടെ കൺസേൺ ഡെറ്റാണ്. $1 ട്രില്യൺ ഡെഫിസിറ്റ് ആണ്. എത്ര കാലം മുന്നോട്ട് പോകും? ഇതൊന്ന് പരിഹരിക്കണമെങ്കിൽ അമേരിക്കയ്ക്ക് ലോകരാഷ്ട്രീയത്തെ ഒന്ന് കലക്കി മറിച്ച് അമേരിക്ക ഉദ്ദേശിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിപണികളിൽ കച്ചവടം നടത്താൻ കഴിയണം. അതുകൊണ്ടാണ് $500 ബില്യൺ ഒരു എഗ്രിമെന്റിലേക്കാണ് നീങ്ങുന്നത് ഇന്ത്യ അമേരിക്കയും തമ്മിൽ 5 വർഷത്തേക്കുള്ള ഒരു പദ്ധതി. അവിടെയൊക്കെ സാധ്യമാകണമെങ്കിൽ ഹൈഡ്രോ കാർബൺ അങ്ങനെ സുഗമമായി പേർഷ്യൻ ഗൾഫിലൂടെ സുഗമമായി കുവൈറ്റിൻ്റെയും UAEയുടെയും ഇറാൻ്റെയും മറ്റ് രാജ്യങ്ങളും, അപ്പോൾ ഇറാനും സൗദിയും തമ്മിലുള്ള വിഷയമല്ലത്, ഇറാനും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള വിഷയമല്ല, ഇസ്രായേലിൻ്റെ മാത്രം വിഷയമല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവിടെ ആ ഒരു ഗ്രിപ്പ് മാറണം. അത് മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങൾ നാളെ ഈ പെട്രോ ഡോളർ റെജിമെനിൽ നിന്നും പുറത്തു പോകില്ല എന്നതിന് എന്താണ് ഉറപ്പ്? അതുമാത്രമല്ല, ഒരു ഉദാഹരണം ഞാൻ പറയാം. 2023 ആരും അറിയാതെ അമേരിക്കയുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് തന്നെ ചൈനയുടെ മധ്യസ്ഥതയിൽ ഇറാനും സൗദിയും കൂടി ഒരു ഡീൽ ഒപ്പിട്ടല്ലോ. അത് അമേരിക്ക ഒന്ന് മാറി ചിന്തിക്കണം. സൗദിയും പാകിസ്ഥാനും തമ്മിൽ മിലിറ്ററി കരാർ ഒപ്പിട്ടല്ലോ. ഇതൊക്കെ അമേരിക്കയുടെ ആശീർവാദത്തോടെയാണ് എന്ന് ചിന്തിക്കുന്നവർ പിന്നെ ഒട്ടകപക്ഷി തല മണ്ണിൽ പൂഴ്ത്തി വെക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് അമേരിക്ക മാറി വരുന്ന പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെയും ചിന്താഗതികളെയും പശ്ചിമേഷ്യൻ ജനതയുടെ വികാരത്തെയും കാണുന്നു എന്ന് വേണം കരുതാൻ. ദേ ആർ വെരി ഷാർപ്പ് ഇൻ ഒബ്സർവിങ്. അത് മാത്രമല്ല, സൗദിയുടെ രാജാവ്, UAEയുടെ ഷെയ്ഖുമാർ, എമീർമാർ, ഇവരെയൊക്കെ പിടിച്ചുകൊണ്ട് എത്ര കാലം മുന്നോട്ട് പോകാൻ നോക്കും? ഇവിടെയൊക്കെ ഉണ്ടായി വരുന്ന ജൈവികമായ ചില ചിന്തകളുണ്ട്. അതൊന്നും അത്ര അമേരിക്കൻ അനുകൂല ചിന്തകളല്ല. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഹൈഡ്രോ കാർബൺ തലസ്ഥാനം ആ മേഖലയിൽ നിന്നും മാറിപ്പോകണമെന്ന ഒരു ഗൂഢചിന്ത ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. അത് ഇസ്രയേലിൻ്റെ ചിന്തയോടൊപ്പം ചേർത്ത് വായിക്കുമ്പോൾ എല്ലാവരും ഇസ്രയേലിൻ്റെ തലയിൽ കയറിക്കോളും. ഇസ്രയേലാണ് യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്ന ശക്തി. ശരിയാണ്, ഇമ്മീഡിയറ്റ്ലി ഇസ്രയേലിൻ്റെ ആവശ്യമാണ് ഇറാനെ പരമാവധി തകർക്കുക, മുച്ചൂടും തകർക്കുക. കാരണം ഇറാനാണല്ലോ പറയുന്നത് ഡെത്ത് ടു ഇസ്രയേൽ, ഡെത്ത് ടു അമേരിക്ക എന്ന് ചാൻറ്റ് ചെയ്യുന്ന ഇറാൻ തീർച്ചയായും ഇസ്രയേലിൻ്റെ സെക്യൂരിറ്റി ത്രെട്ട്
പെർസെപ്ഷനിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് ഇസ്രയേലിനെ പരമാവധി ഉപയോഗിക്കുക. ഇസ്രയേലിനും സന്തോഷമാണ്, അമേരിക്കയെ പരമാവധി ഉപയോഗിക്കുക. മുൻ പ്രസിഡന്റുമാരെ ഒക്കെ വലയിലാക്കാൻ ശ്രമിച്ചു, ബെഞ്ചമിൻ നെതന്യാഹു സാധിച്ചില്ല. ട്രംപ് വന്നപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു എന്താണോ ഉദ്ദേശിച്ചത് ആ രീതിയിൽ ട്രംപിന്റെ നീക്കങ്ങളെ കൊണ്ടുവരാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഇറ്റ്സ് എ വിൻ വിൻ സിറ്റുവേഷൻ ഫോർ ബോത്ത് ഇസ്രയേൽ ആൻഡ് അമേരിക്ക. പക്ഷെ ഇവിടെ ഗൾഫ് രാജ്യങ്ങൾ നാളുകളിൽ ഉണർന്ന് ചിന്തിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം എന്താണ്, ഗൾഫ് രാജ്യങ്ങൾ ദേ ആർ ബിക്കമിങ് വിക്ടിംസ് ഇൻ ദ ക്രോസ് ഫയർ. അമേരിക്കയ്ക്ക് താവളം ഒരുക്കി. എന്തിനാണ്? അമേരിക്കയെ സഹായിക്കാനല്ല, തങ്ങളെ തന്നെ സുരക്ഷിതമാക്കി നിർത്താൻ വേണ്ടി അമേരിക്കയ്ക്ക് താവളങ്ങൾ ഒരുക്കി. 1 അല്ല 5 അല്ല 19 താവളങ്ങൾ വിവിധ രാജ്യങ്ങളിൽ, 6 GCC രാജ്യങ്ങളിൽ. ഈ താവളങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇറാൻ ആ രാജ്യങ്ങളെ ആക്രമിച്ചത് എന്ന് അവിടുത്തെ ജനങ്ങൾ, അവിടുത്തെ പൗരന്മാർ, ഇന്ത്യൻ പ്രവാസികളല്ല, ആ രാജ്യങ്ങളിലെ പൗരന്മാർ പറഞ്ഞു തുടങ്ങി. രാജവംശത്തിന് അത് കേൾക്കാതിരിക്കാനാവില്ല. നാളുകളിൽ അമേരിക്കൻ താവളം കടക്കുപുറത്തുന്നവർ പറഞ്ഞില്ലെങ്കിൽ പോലും അമേരിക്കൻ താവളങ്ങൾ അവിടെ കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ഡോക്ടർ മോഹൻ വർഗീസ് താങ്കൾ പറഞ്ഞത് സുരക്ഷിതത്വം ഉറപ്പാക്കാനാണ് ഞങ്ങളുടെ സാന്നിധ്യം എന്നാണ് അമേരിക്ക പറഞ്ഞിരുന്നെങ്കിൽ തങ്ങളെ കൂടുതൽ അരക്ഷിതരാക്കുകയാണ് അമേരിക്കയുടെ സാന്നിധ്യം കൊണ്ട് സംഭവിച്ചിരിക്കുന്നത് എന്ന ഒരു പുതിയ തിരിച്ചറിവിലേക്ക് ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളിലെ ജനത മാറിയിരിക്കുന്നു. അത് വലിയൊരു സമ്മർദ്ദ ശക്തിയായി അവിടുത്തെ ഭരണകൂടത്തിന് മേൽ വന്നു വീഴുന്നു എന്നാണല്ലോ താങ്കൾ നിരീക്ഷിച്ചതിന്റെ രത്നച്ചുരുക്കം, അല്ലേ? എക്സാക്ട്ലി അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഇന്നല്ലെങ്കിൽ നാളെ ഈ തിരിച്ചറിവ് ഗൾഫ് രാജ്യങ്ങൾക്ക് ഉണ്ടാവില്ലേ? അവർ നന്നായി ചിന്തിക്കാൻ കഴിയുന്നവരാണ്. അല്ല, അവർക്ക് വേണ്ടി മറ്റാരും ചിന്തിക്കേണ്ടതില്ല, അവർ തന്നെ ചിന്തിക്കും. ശരി, ഏതായാലും നമുക്ക് ഈ താങ്കൾ പറഞ്ഞതുപോലെ യുദ്ധത്തിന്റെ ഭാവി എന്നതിനോടൊപ്പം തന്നെ ഈ സമാധാന ശ്രമങ്ങളുടെ ഭാവി എന്താകും? അതിന് ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയൊക്കെ എക്സിൽ കുറിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ യുദ്ധത്തിലേക്ക് കൂടുതൽ യുദ്ധത്തെ തീവ്രതയിലേക്ക് നയിക്കുന്ന ഇത്തരം സംഭവങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം ഈ 2 രാജ്യങ്ങളും എന്നാണ്. ഏതായാലും സമാധാന നീക്കങ്ങളുടെ ഭാവി ശോഭനമാണോ, അതല്ല വീണ്ടും 2 രാഷ്ട്രങ്ങൾ അവരുടെ ഇഷ്ടം പോലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന നിലയിലേക്ക് പോവുകയാണെങ്കിൽ അത് കൂടുതൽ സങ്കീർണമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കില്ലേ? ഇന്ത്യക്ക് ഈ കാര്യങ്ങളിൽ ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന കാര്യം കൂടി നമുക്ക് പരിശോധിക്കാം. ഡോക്ടർ സൈഫുദ്ദീൻ കുഞ്ഞ്, ഇനി ഈ യുദ്ധത്തിലെ അമേരിക്കയുടെ പങ്കിനെ കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഈ അടുത്ത സമയത്ത് ഒരു 2003 അമേരിക്ക ഇറാഖിൽ നടത്തിയ അധിനിവേശത്തെക്കുറിച്ച് പഠിച്ച ഒരു കൗൺസിൽ ഈ അഭിപ്രായപ്പെട്ടത് അമേരിക്കയുടെ വിദേശകാര്യ നയത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും മോശം തീരുമാനമായിരുന്നു ഇറാഖ് ആക്രമിക്കുക എന്നത്. അതിനുള്ള കാരണങ്ങളായി കണ്ടെത്തിയത് ഒന്ന്, ആ സമയത്തെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളെ, അന്ന് നൽകിയിരുന്ന പ്രധാനപ്പെട്ട ഇൻ്റലിജൻസ് മുന്നറിയിപ്പുകളെ അവഗണിച്ചു. ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വിദഗ്ധരായിരുന്ന അതിലെ പ്രൊഫഷണൽ സംഘമുണ്ടായിരുന്നു, അവരെ കേട്ടില്ല. മാത്രമല്ല, ശരിയായി എങ്ങനെയാണ് യുദ്ധം അവസാനിപ്പിക്കേണ്ടത് എന്ന് മുൻകൂട്ടി നിശ്ചയിച്ചൊരു പദ്ധതിയില്ലാതെ അതിലേക്ക് ഇറങ്ങിപ്പുറപ്പെട്ടു. മാത്രമല്ല, ഔദ്യോഗികമായി ഈ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടുന്ന സംഘങ്ങൾക്കപ്പുറം ഏതാനും ചിലരുടെ നിർദ്ദേശങ്ങളോ ഉപദേശങ്ങളോ ഒക്കെ സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങിപ്പുറപ്പെട്ടു എന്നാണ് ഇറാഖ് അധിനിവേശത്തെക്കുറിച്ച് പിന്നീട് അമേരിക്കയിലെ ഒരു പഠന സംഘം വിലയിരുത്തിയത്. അതിന് സമാനമായ രീതിയിൽ ഇപ്പോൾ ഇറാൻ്റെ കാര്യത്തിലും കാര്യങ്ങൾ മാറുകയാണോ? അതിൽ അവർ കുറ്റപ്പെടുത്തുന്നത് ആദ്യം തന്നെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയാണ്. എന്തിനു വേണ്ടിയായിരുന്നു ഈ യുദ്ധം ഇസ്രായേലുമായി ചേർന്ന് നടത്താൻ അമേരിക്ക ഇറങ്ങി പുറപ്പെട്ടതെന്നതിന് യുക്തിസഹമായ ഒരു കാരണം പറയാനോ അതിൽ ഉറച്ചു നിൽക്കാനോ ഈ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കണം എന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ ധാരണയോ തീരുമാനമോ പദ്ധതിയോ ഇതൊന്നുമില്ലാതെ ഇറങ്ങി പുറപ്പെട്ട ഒരു യുദ്ധം എന്നാണ്. അതിൻ്റെ അനന്തരഫലം അങ്ങനെയാണെങ്കിൽ ഭയപ്പെടുത്തുന്നതാകില്ലേ ഡോക്ടർ സൈഫുദ്ദീൻ കുഞ്ഞ്? തീർച്ചയായും ഭയപ്പെടുത്തുന്നതാണ്. ഇവിടെ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, ഇറാഖിനെ ഏതൊക്കെ രീതിയിൽ ചില അനുമാനങ്ങളിലൂടെ അവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചോ അതുപോലെ തന്നെ 1979 ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് പറയുന്ന ആധുനിക രാഷ്ട്രം രൂപപ്പെട്ടതിന് ശേഷം ഇതേപോലെ ചില അനുമാനങ്ങളും അമേരിക്കൻ ഫോറിൻ പോളിസി പണ്ഡിറ്റുകൾ മുന്നോട്ട് വച്ചിരുന്നു. അതിൽ പ്രധാനമായി ഒന്നത് മതത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതകീയ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒരു ഭരണത്തിന് നിലനിൽപ്പില്ല എന്നായിരുന്നു. ആലോചിച്ച് നോക്കുക, 1979 സ്ഥാപിക്കപ്പെട്ട ഇറാൻ
അതിന് തൊട്ടടുത്ത വർഷം 81 മുതൽ 88 വരെ നീണ്ടുനിന്ന ഇറാൻ ഇറാഖ് വാർ, അത് നമുക്കറിയാം അമേരിക്കയുടെ തന്നെ സഹായത്തോടു കൂടി അമേരിക്കയുടെ സമ്പത്തും അമേരിക്കയുടെ ആയുധവും അമേരിക്കയുടെ ലോജിസ്റ്റിക്സും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇറാനെതിരെ സദ്ദാം ഹുസൈൻ നടത്തിയ യുദ്ധമായിരുന്നു അത്. എന്നിട്ടും പലവിധ കാഷ്വാലിറ്റീസും പ്രശ്നങ്ങളും ഉണ്ടായിട്ട് പോലും ഇറാൻ തകർന്നില്ല. അന്നു മുതൽ ഇന്ന് വരെ 2026 വരെ നീണ്ടു നിൽക്കുന്ന സാമ്പത്തികമായ പലതരത്തിലുള്ള സാങ്ഷൻസും ബ്ലോക്കേഡ്സും ഇറാൻ അനുഭവിക്കുന്നുണ്ട്. അവരും എന്നിട്ടും ഇതുവരെ തകർന്നില്ല. കാരണം അവരുടെ ആദ്യം മുന്നോട്ട് വെച്ച ഒരു കൺസെപ്റ്റ് അതായിരുന്നു, മതപരമായ ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒരു സ്റ്റേറ്റിന് നിലനിൽപ്പില്ല എന്നുള്ളതായിരുന്നു. അതിൻ്റെ പേരിൽ അതിൽ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ എന്ന് പറയുന്ന പുതിയ ചിന്തകൾ പോലും അവർ മുന്നോട്ട് വെച്ചു. സാമുവൽ പി ഹണ്ടിങ്ടൻ്റെ ഒരു ബുക്കിൻ്റെ പേര് തന്നെ അതാണ്. അതായത് ലോകത്തെ പലതരത്തിലുള്ള നാഗരികർ തമ്മിലുള്ള ഒരു സംഘടനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇനി ബാക്കിയുള്ളത് അല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്നത് അമേരിക്കയുടെ അപ്രമാദിത്വത്തിലുള്ള വെസ്റ്റേൺ നാഗരികതയും ഇസ്ലാമിക നാഗരികതയും തമ്മിലുള്ളതാണ്. അതിൽ അമേരിക്കൻ നാഗരികത വിജയിക്കാൻ പോവുകയാണ് എന്ന് പറയുന്ന തിയറിയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതും ഇതേ പശ്ചാത്തലത്തിൽ തന്നെയായിരുന്നു. കാരണം 1991-92 കാലത്തിൽ സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം അവർ പ്രധാനമായ ഒരു ശത്രുവായി കണ്ടത് ഗ്രീൻ എനിമിയാണ്, പച്ച എനിമി, അതായത് മുസ്ലിം ലോകത്തെയാണ്. അതിൻ്റെ പ്രധാന ശക്തിയായി അവർ കണ്ടത് ആ ഇടയ്ക്ക് രൂപപ്പെട്ട ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനെയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ അമേരിക്കൻ ഫോറിൻ പോളിസി എക്സ്പെർട്ടുകളുടെ തീരുമാനങ്ങൾ ഇന്നും തുടങ്ങിയതല്ല. ഇത് പണ്ട് മുതലേ തന്നെ ഈ തരത്തിലൊരു കാഴ്ചപ്പാടുകൾ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു വിഷയം, അത് അമേരിക്കയിലെ പ്രധാനപ്പെട്ട ഡെമോക്രാറ്റ്സുകളാവട്ടെ അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻസ് ആവട്ടെ, അവർക്കിടയിൽ വർക്ക് ചെയ്യുന്ന ഒരു തിയോളജിക്കൽ അണ്ടർലിങ്കുകളും കൂടിയിട്ടുണ്ട്. അതായത് ഈ ക്രിസ്ത്യൻ ഇവാഞ്ചലിസം അല്ലെങ്കിൽ ക്രിസ്ത്യൻ സയനിസം എന്ന് പറയുന്ന ഈ സയനിസ്റ്റ് പ്രത്യയശാസ്ത്രത്തോട് തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു ഡീപ്പ് സ്റ്റേറ്റിൻ്റെ, നേരത്തെ മോഹൻ വർഗീസ് സാർ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ഒരു സാന്നിധ്യം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തരത്തിലുള്ള പല പശ്ചാത്തലത്തിലും കൂടിയിട്ടാണ് ഇപ്പോൾ ഇറാൻ എന്ന് പറയുന്ന ശക്തിയെ തകർത്ത് കളയുക എന്ന് പറയുന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. നമുക്കറിയാം ഇതിൻ്റെ പിന്നിൽ ബെഞ്ചമിൻ നെതന്യാഹു തൻ്റെ പ്രധാന കൈകളുണ്ട്. 80കളിൽ തന്നെ തുടങ്ങി ഈ ഇറാനെതിരെ അടുത്ത ആഴ്ച ഇറാൻ ആയുധം നിർമ്മിക്കും, ആറ്റം ബോംബ് നിർമ്മിക്കും, അടുത്ത ആഴ്ച എന്ന രീതിയിൽ തന്നെ 80കൾ മുതൽ തുടങ്ങിയ അയാളുടെ പ്രഭാഷണങ്ങളാണ് അവസാനം ഡൊണാൾഡ് ട്രംപിലേക്ക് എത്തുകയും ഡൊണാൾഡ് ട്രംപ് ഇതുവരെ ഒരു അമേരിക്കൻ പ്രസിഡന്റും അംഗീകരിക്കാത്ത തീരുമാനത്തെ ഡൊണാൾഡ് ട്രംപ് ഏറ്റെടുക്കുകയും ചെയ്തത്. ഡൊണാൾഡ് ട്രംപിൻ്റെ കാര്യത്തിൽ ഇവിടെ ഒരു പ്രത്യയശാസ്ത്ര മത്സരങ്ങളോ നാഗരികരുടെ മത്സരങ്ങളെക്കാളും അപ്പുറം കച്ചവടമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗസ പിടിച്ചെടുക്കുന്നതിലും അവിടെ ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കുന്നതിലും ഈ ഫലസ്തീൻ്റെ പ്രധാന ഭാഗങ്ങൾ പിടിച്ചെടുക്കുന്നതിനും അതുപോലെ തന്നെ ലെബനാനിലെ സദേൺ ലെബനാൻ പിടിച്ചെടുക്കുന്നതുമെല്ലാം ഡൊണാൾഡ് ട്രംപിൻ്റെയും മരുമകൻ ജേർഡ് കുഷ്ണറിൻ്റെയും ഉള്ള റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങളും കൂടി പിന്നിലുണ്ട്. നമുക്കറിയാം ഗസ പിടിച്ചെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഗസയുടെ കടൽ തീരങ്ങളിൽ ഉണ്ടായിരുന്ന എണ്ണ സമ്പത്തും കൂടിയിട്ടാണ്. ഈ തരത്തിലുള്ള ഒരു സാമ്പത്തിക കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു യുദ്ധമായതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഘർഷമായതുകൊണ്ട് ഒരിക്കലും ഇതിനൊരു സമാധാനം ഉണ്ടാവാൻ പോവുകയില്ല. മറ്റൊന്ന്, ഈ ഇസ്രായേലിൻ്റെ എക്സ്പാൻഷൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉള്ള ഒരു കാലത്തോളം ഈ പറയുന്ന ഭൂമിയിൽ സമാധാനം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. കാരണം ഇപ്പോൾ അവസാനം ഈ അടുത്ത് തന്നെ പ്രധാനപ്പെട്ട മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയായിരുന്ന നെഫ്താലി ബെന്നറ്റ് പോലും പറഞ്ഞത് ന്യൂ ഇറാൻ എന്ന് പറയുന്നത് തുർക്കിയാണെന്നുള്ളതാണ്. അതായത് തുർക്കിയെ പുതിയ ഇറാനായി ചിത്രീകരിച്ചുകൊണ്ട് തുർക്കിക്കെതിരെ പുതിയ ഒരു യുദ്ധമുഖം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഇസ്രായേലി പത്രങ്ങളിലൂടെയും ക്രിസ്ത്യൻ സയോണിസ്റ്റ് പത്രമീഡിയകളിലൂടെയും അവരുടെ സോഫ്റ്റ്വെയർ ഡിപ്ലോമസികളിലൂടെയും വലുതാക്കി കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് അവിടെ സമാധാനം ഉണ്ടാവുക? അബ്രഹാം അക്കോർഡ്സ് എന്ന പേരിൽ ഒരു നിയമമുണ്ടാക്കി ഫലസ്തീനികളുടെ യാതൊരു സാന്നിധ്യവുമില്ലാതെ UAEയും ബഹ്റൈനുമായി ഒപ്പുണ്ടാക്കിയിട്ട് തൊട്ടടുത്ത ആഴ്ച തന്നെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഞങ്ങൾ ഒരിക്കലും അത് നടപ്പിലാക്കാൻ പോകുന്നില്ല എന്നായിരുന്നു. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനിലൊന്ന് വെസ്റ്റ് ബാങ്കിൻ്റെയും ഭാഗത്തുള്ള അനക്സേഷൻ നിർത്തുമെന്നായിരുന്നു. അതിൻ്റെ പേരിലാണ് ഒപ്പിട്ടത് പോലും. എന്നാൽ തൊട്ടടുത്ത ആഴ്ച തന്നെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് അങ്ങനൊരു തീരുമാനം ഞങ്ങൾക്കില്ല എന്നാണ്. ഇപ്പോഴും ഗസ നല്ലൊരു ശതമാനം 50% ഇസ്രായേലിൻ്റെ കയ്യിലാണ്. വെസ്റ്റ് ബാങ്ക് പൂർണ്ണമായും അവരുടെ കയ്യിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഏകദേശം 2000 കിലോമീറ്ററോളം തന്നെ സദേൺ ലെബനാൻ്റെ ഒരു ഭാഗം അവരുടെ കയ്യിലാണ്. സിറിയയിലെ കുറച്ച് ഗ്രാമങ്ങൾ അവരുടെ കയ്യിലാണ്. ഇങ്ങനെ ഒരുപാട് ഭാഗങ്ങൾ ഗ്രേറ്റർ ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന തരത്തിൽ
ഇസ്രായേലിലെ ഈ അറ്റാക്കിംഗ് ശ്രമങ്ങൾ, ജനസൈഡ്, മസാക്കർ നടക്കുന്ന പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് സമാധാനം സാധ്യമാവുക? അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ തളച്ചിടുക, ഇസ്രായേലിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്ന ഒരു താല്പര്യവും കൂടി ഇറാനിൻ്റെ ഈ നീക്കങ്ങൾക്ക് പുറകിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, നമുക്ക് ആ ഭാഗത്തേക്ക് വരാം ഡോക്ടർ മോഹൻ പിള്ളை. പക്ഷേ അതായത് സമാധാന ശ്രമങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ പാകിസ്ഥാൻ ഇതിലെ റോളിനെ കുറിച്ച് കൂടി നമ്മൾ പറയണം. പാകിസ്ഥാൻ ഇതിലെ സമാധാന നീക്കങ്ങൾക്ക് വേണ്ടിയുള്ള മധ്യസ്ഥ രാജ്യമായി നിൽക്കുകയാണ്. ഡോക്ടർ മോഹൻ പിള്ളை, പാകിസ്ഥാൻ ഇതിനുള്ള യോഗ്യത എന്താണ് എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാനുള്ള മധ്യസ്ഥ രാജ്യമായി വിജയിച്ച ഒരു ചരിത്രം പാകിസ്ഥാനുണ്ടോ? ഇല്ല. പിന്നെ ഖത്തറും ഒമാനുമായിരുന്നു യഥാർത്ഥത്തിൽ ഇതിൻ്റെ മധ്യസ്ഥ നീക്കങ്ങൾക്ക് നിന്നിരുന്ന രാജ്യം. പക്ഷേ പിന്നീട് അവർ പിൻവാങ്ങി. കാരണം ഖത്തറിന് നേരെയും ആക്രമണം ഉണ്ടായി. ഖത്തറും ഒമാനും പിന്നീട് പിൻവാങ്ങുന്നു. ആ ഇടത്തേക്ക് പാകിസ്ഥാൻ വരുന്നു. പാകിസ്ഥാൻ അവരുടേതായ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. അവിടെ താലിബാനെതിരെ അമേരിക്കയെ കൂടി കൂട്ടുപിടിച്ച് നടത്താൻ കഴിയുന്ന സൈനിക നീക്കത്തെക്കുറിച്ചുള്ള ആലോചനകൾ പാകിസ്ഥാന് ശക്തമായുണ്ട്. പക്ഷേ ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഈ സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ നിന്നുകൊണ്ട് പാകിസ്ഥാൻ ഇതിൽ എന്തെങ്കിലും ഒരു അടിയെങ്കിലും വിജയിക്കാൻ കഴിയും എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ബേസിക് ആയിട്ട് ഇത് അവരിതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്, അതിനൊരു ഒരു കാരണം ഞാൻ കാണുന്നത്, അവരുമായിട്ട് ബോർഡർ ലൈൻ അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യം പാകിസ്ഥാനാണ്. അതുകൊണ്ടാണ് അവർക്ക് അതിനൊരു സേ ഉണ്ട്, ജസ്റ്റ് ഇമ്മീഡിയറ്റ് നെയ്ബർ എന്നുള്ള രീതിയിൽ. പക്ഷേ അസിം മുനീർ ഇതിനകത്ത് എടുക്കുന്ന ഇനിഷ്യേറ്റീവ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്നുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. കാര്യം ഇമേജ് ഡൗൺ ആയി നിൽക്കുന്ന പാകിസ്ഥാനില് എന്തൊക്കെ കാണിച്ചാണെങ്കിലും ഞാനൊരു മിലിറ്ററി ഹീറോ ആണ് എന്ന് അവതരിപ്പിക്കണ രാജ്യത്ത് തന്നെ ആ ഒരു കണ്ടീഷനിലോട്ട് വരുന്നു. രണ്ടാമത് ഗോപി പറഞ്ഞതുപോലെ തന്നെ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന അവിടെ ഉള്ള ഒരു അശാന്തിയും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവർ വിചാരിച്ചത് പെട്ടെന്ന് പോയി എല്ലാം പറഞ്ഞു തീർക്കാം എന്നുള്ള രീതിയിലേക്ക് വന്നപ്പോൾ അതെല്ലാം എല്ലാ രീതിയിലും ഫെയിൽ ആവുകയും, അതുപോലെ തന്നെ ഇറാനെയും ഈ പാകിസ്ഥാനെ പോലും സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി എന്ന് നമ്മൾ ഇടയ്ക്ക് കണ്ടു. ഇതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള കാരണം. പിന്നെ എങ്ങനെയാണ്, ആരാണ് ഇത് സോൾവ് ചെയ്യേണ്ട മീഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആസ് ഓഫ് നൗ ഇപ്പോൾ ഗോപി ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, ഇഫ് യു അനലൈസ് എവരിതിങ്, റഷ്യ, ചൈന, ഇന്ത്യ, ഈ 3 രാജ്യങ്ങളല്ലാതെ വേറെ ഒരു രാജ്യത്തിനും ഈ പ്രശ്നം സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റില്ല ഇമ്മീഡിയറ്റ് ആയിട്ട്. കാരണം ഏറ്റവും കൂടുതൽ പ്രഷറൈസ് ചെയ്യാൻ പറ്റുന്നതും ഇതുകൊണ്ട്. ഇതാണ് അമേരിക്കയുടെ ഭയവും. കാരണം അമേരിക്കയുടെ ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയും റഷ്യയും ഇന്ത്യയും കൂടെ ചേർന്ന്, ഇന്ത്യ പിന്നീട് ചേരും, യാതൊരു സംശയമില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഫോറിൻ പോളിസി ചേഞ്ച് ആയേ പറ്റുള്ളൂ, ചേഞ്ച് ആവുകയും ചെയ്യും, ഒരു സംശയവുമില്ല. ഈ ചൈനയും റഷ്യയും നോൺ ഡോളർ ബേസിൽ ഈ ഓയിൽ പർച്ചേസ് ചെയ്യാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും US ഭയപ്പെടും. ഇന്ത്യയും കൂടെ കൂട്ടത്തിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആക്സിസിനെയാണ് പ്രസന്റ് സിനാരിയോയില് ഇക്കണോമിക്കലി US ഭയപ്പെടുന്നത്. ഞാൻ നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ മിലിറ്ററി ടേംസ്. അപ്പം ആ ഒരു ആംഗിൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഗ്രൂപ്പിങ്ങിന് പ്രഷറൈസ് ചെയ്യാൻ പറ്റും. ആരെ? US ആണെങ്കിലും ഇസ്രയേലിനെ പ്രഷറൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കറുത്ത കുതിരയായിട്ട് അങ്ങ് പോവുകയാണ്. കാരണം ഇതിനു മുമ്പ് ഐ തിങ്ക് ഡോക്ടർ വർഗീസ് സാറാണെന്ന് തോന്നുന്നു എന്നോട് നമ്മൾ സംസാരിച്ചപ്പോൾ വ്യക്തമായിട്ട് തന്നെ അത് പറഞ്ഞു. കാര്യം ഇസ്രയേലിനെ എങ്ങനെ കുറുക്കിടുന്നു. കാര്യം നമ്മൾ കണ്ടു പലസ്തീൻ അറ്റാക്കില് എത്ര പ്രമേയമാണ് എല്ലാ രാജ്യങ്ങളും കൂടെ ചേർന്ന് UN അവതരിപ്പിച്ചത് ഇസ്രയേലിനെതിരായിട്ട്. ഏതെങ്കിലും ഒരു കാര്യം അവർ അംഗീകരിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ആ ഒരു സൈഡ് ഇറ്റ് ഈസ് വി ക്യാൻ സേ ദാറ്റ് യു സീ അമേരിക്ക ഒരു ട്രാപ്പിലാണ് ഈ ഇസ്രയേൽ കാരണം പെട്ടിരിക്കുന്നത്. കാരണം ചില കാര്യങ്ങളിലൊക്കെ ഇസ്രയേലിനെ അനുസരിച്ചേ മതിയാവൂ എന്നുള്ള ഒരു സിറ്റുവേഷൻ പോലും നമ്മൾ കാണുന്നുണ്ട്. അല്ലാതെ ഇപ്പൊ പറയുന്ന ഏതായാലും ഡോക്ടർ മോഹൻ പിള്ളை, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ഒരു സാധ്യതയാണ്. ഇപ്പൊ ചൈനയും റഷ്യയും ഇന്ത്യയും ചേരുന്ന ഒരു മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വേണ്ടി തയ്യാറെടുക്കേണ്ടുന്ന രാജ്യങ്ങളാണ് ഈ 3 രാജ്യങ്ങളെങ്കിൽ അവിടെ ഒരു ചോദ്യം ഉയരുന്നത്, മറ്റ് ഇതിലെ കക്ഷികളായി നിൽക്കുന്ന 3 രാജ്യങ്ങൾ ഈ മധ്യസ്ഥ നീക്കങ്ങളെ അംഗീകരിക്കണമെന്നുള്ളതാണ്. അത് എത്രത്തോളം സാധ്യമാകും എന്നുള്ളത് അറിയില്ല. ഏതായാലും ഇപ്പോൾ ഉടൻ ഒരു ആക്രമണം ഇല്ല എന്ന് ഇറാൻ പറയുന്നു. അതേസമയം തന്നെ ലെബനനെ ഇനിയും ആക്രമിക്കുന്ന ഒരു സമീപനം ഇസ്രായേലിന്റെ ഭാഗത്തുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കും എന്ന നിബന്ധനയോടുകൂടിയാണ് ഇറാൻ ഈ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ സമാധാനം അങ്ങകലെ എവിടെയോ ആണ് എന്ന് നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നതാണ് തുടരെ ഉണ്ടാകുന്ന ഈ സംഘർഷങ്ങൾ. അതിന് അയവ് വരുത്താനുള്ള ശ്രമങ്ങൾ നിർഭാഗ്യവശാൽ ഒരിടത്തും കാണുന്നു.
കാണുന്നുമില്ല. പാകിസ്ഥാനും മധ്യസ്ഥയിൽ നടക്കുന്ന സമാധാന നീക്കങ്ങളുടെ ഭാവി എന്താകും എന്ന് കണ്ടറിയാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടറുടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയമായി നാളെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.